Good afternoon. 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 Okay. Good afternoon. Good afternoon. Good afternoon. ആഫ്റ്റർനൂൺ ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. എന്റെ പേര് വന്ദന എന്നാണ് കേട്ടോ. ഓക്കെ. വന്ദന എന്നാണ് പേര്. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. തുടങ്ങാം അല്ലെ? അപ്പൊ ഞാൻ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് 1.5 മണിക്കൂറാണ് നമ്മുടെ ക്ലാസ് കേട്ടോ. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്ക് അവസാനിക്കും. അപ്പൊ ക്ലാസ് അവസാനിക്കുന്നതിന് ലാസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് ഞാൻ നിങ്ങൾക്ക് ടൈം തരാം. കാരണം ഓൾ മ്യൂട്ട് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുക. ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഓൾ മ്യൂട്ട് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുക. ക്ലാസ് കഴിയുന്നതിന്റെ ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ മാറ്റി വെക്കും. അന്നേരം അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതായിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിലോ ഒന്ന് ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആകും. പരമാവധി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയും, എന്നാലും ഡൗട്ട്സ് ഉണ്ടാവാലോ. അപ്പൊ അതൊക്കെ ആ സമയത്ത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂൾസിലായിട്ട് മൊത്തം 35 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ 35 ചാപ്റ്റേഴ്സിന്റെയും പ്രിന്റ് നിങ്ങൾ എടുത്ത് വെക്കണം കേട്ടോ. നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അതെല്ലാം പ്രിന്റ് എടുത്ത് നിങ്ങളൊരു ഫയലാക്കിയോ ഒക്കെ വെച്ചോളൂ. കാരണം നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ നോട്ട് നോക്കണം നമ്മള്. അപ്പോ അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഓർഡറിലായിരിക്കില്ല ക്ലാസ് പോകുന്നുണ്ടാവാം. അപ്പൊ നിങ്ങൾ ചാപ്റ്ററിന്റെ നമ്പർ മീൻസ് ഹെഡിങ് നിങ്ങൾ നോക്കാം. 35 ചാപ്റ്റേഴ്സ് ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയാൽ മതി കേട്ടോ. ഞാനത് മുൻകൂട്ടി പറഞ്ഞെടുത്ത്. ഓക്കെ, മിസ് റെക്കോർഡഡ് ക്ലാസ് കാണത്തില്ലേ? റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. ഇതിപ്പോ റെക്കോർഡഡ് ക്ലാസ് വരും കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് ക്ലാസ് എന്താണ് ഇന്നലത്തത് വന്നില്ലായിരുന്നു, അതുകൊണ്ടാ ചോദിച്ചേ. ഇന്നത്തത് ഇടുവോന്ന് അറിയാൻ വേണ്ടിട്ടാ. ഇടും. ഇന്നത്തെ വന്നിട്ടുണ്ടാവൂലോ. ടൈം ആവുമ്പോ കുറച്ച് മുന്നേ വന്നിരുന്നു. ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ടൈമിൽ കയറാൻ പറ്റുമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് മിസ് ആവണ്ട. നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കണ്ടോളൂ കേട്ടോ. ഓക്കെ. പിന്നെ റേഞ്ച് ഇടയ്ക്ക് കട്ടായി പോകുന്നു. സിനി ബാബു, റേഞ്ച് ഉള്ള സ്ഥലത്ത് പോയിരിക്കണം കേട്ടോ. കുറച്ച് ഇനി പഠിക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ ആ കുറച്ച് നെറ്റ്വർക്ക് സ്ട്രെങ്ത് ഉള്ള സ്ഥലത്ത് നിങ്ങൾ തന്നെ പോയിരിക്കണം. ശ്രദ്ധിക്കണം കേട്ടോ. അത്രയാണ് പറയാനുള്ളത്. അപ്പൊ നമുക്ക് പയ്യെ ക്ലാസ്സിലേക്ക് കടക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? ഇല്ലല്ലോ, നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്ന, 2 നോട്ട്ബുക്സ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നു കേട്ടോ. കാരണം നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഞാൻ പറയോ, വല്ല വേർഡിന്റെ മീനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ. അതിന് വേണ്ടിയിട്ട് 2 നോട്ട്ബുക്സ്, ഒന്ന് ബിൽറോസ് മിസ്സിന്റെ വേണം, എന്റെയും വേണം. അപ്പൊ മിസ്മാരുടെ പേര് എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ, എന്തെങ്കിലും മീനിങ്സ് ഒക്കെ നോക്കേണ്ടി വന്നാലോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ലെക്ചർ നോട്ട് ചെയ്യൂലേ, അതുപോലെ കേട്ടോ. അല്ല ചില കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറയുന്നത്. എന്റെ പേര് വന്ദന കേട്ടോ, വന്ദന. ഓക്കെ, നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഡൗട്ട്സ് ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് 10 to 15 മിനിറ്റ്സ് ഉണ്ട്. ആ സമയത്ത് ഡൗട്ട്സ് ചോദിക്കാം. ഇതല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടും വെക്കാം. പിന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ ഞാൻ ചോദിക്കുമ്പോൾ. കാരണം എനിക്കറിയില്ല എന്റെ സ്പീഡ് ഓക്കെ ആണോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് അറിയണം. ഞാൻ ഇടയ്ക്ക് ചോദിക്കും. അപ്പൊ നിങ്ങൾ മെസ്സേജ് അതിൽ ഇട്ടാൽ മതി കേട്ടോ. കാരണം തുടക്കമല്ലേ, നമുക്കൊരു കൺഫ്യൂഷൻ ഒക്കെ ചിലപ്പോൾ വരാം. ഓക്കെ, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മള് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ബ്ലഡ് ബാങ്ക് ആണ് കേട്ടോ. ബ്ലഡ് ബാങ്ക്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ആണ് എന്ത്? ബ്ലഡ് ബാങ്ക്. മിക്കവരും കേട്ടിട്ടുണ്ടാവും അല്ലെ?
ബ്ലഡ് ബാങ്ക്. അതിന് മുമ്പ് നമുക്ക് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് പയ്യെ അങ്ങനെ ചാപ്റ്ററിലേക്ക് കടക്കാം. അല്ലെങ്കിൽ ചാപ്റ്ററിലോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടൊരു ഫീലിംഗ് വരും. നമുക്ക് അറിയാവുന്ന, നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് പയ്യെ ചാപ്റ്ററിലോട്ട് കടക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്കറിയാം ബ്ലഡ് എന്താണ്. ബ്ലഡ് എന്ന് പറഞ്ഞാല് ജീവന്റെ നദി എന്നാണ് എന്ത് ബ്ലഡ് അറിയപ്പെടുന്നത്, അല്ലെ? നമ്മുടെ ജീവന്റെ നദി എന്നാണ് എന്ത് ബ്ലഡ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ ബ്ലഡ് ഉണ്ടാവും. എത്ര ലിറ്റർ ആണ് ഉണ്ടാവുക? 5 ലിറ്റർ ബ്ലഡ് ആണ് ഉണ്ടാവുക. ഓക്കെ, ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്ററോളം ബ്ലഡ് ആണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട 2 കാര്യങ്ങൾ, 2 ടേംസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ, ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. അതായത് ഡോണറും റെസിപ്പിയന്റും. എന്താണ് ഡോണറും റെസിപ്പിയന്റും? ഓക്കെ, ആരാണ് ഡോണർ? ഡോണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോണർ ആരാണ്? അതെ, ബ്ലഡ് കൊടുക്കുന്ന ആളല്ലേ? ബ്ലഡ് കൊടുക്കുന്ന ആള്, ഈ ബ്ലഡ് നൽകുന്നയാളെയാണ് നമ്മൾ ഡോണർ അഥവാ ദാതാവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ആരാണ് ഡോണർ അല്ലെങ്കിൽ ദാതാവ്? അതെ, കറക്റ്റ് ആണ് കേട്ടോ സിമി, ദാതാവ് കറക്റ്റ് ആണ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ? ഓക്കെ, അപ്പൊ ബ്ലഡ് മീൻസ് കൊടുക്കുന്ന ആളെയാണ് നമ്മള് ദാതാവെന്നും ബ്ലഡ് സ്വീകരിക്കുന്ന വ്യക്തിയെ നമ്മള് സ്വീകർത്താവ് അഥവാ റെസിപ്പിയന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ബ്ലഡ് സ്വീകരിക്കുന്ന വ്യക്തിയെ സ്വീകർത്താവ് അഥവാ റെസിപ്പിയന്റ് എന്നാണ് പറയുക. റെസിപ്പിയന്റ് മിക്കവാറും ആരായിരിക്കും? ഒരു പേഷ്യന്റ് ആയിരിക്കും അല്ലെ? ഒരു പേഷ്യന്റ് ആയിരിക്കും. അങ്ങനെ ഒരു പേഷ്യന്റ് അങ്ങനെ ഒരു രോഗാവസ്ഥയിലാണ് നമുക്ക് ബ്ലഡ് സ്വീകരിക്കേണ്ടതായിട്ട് വരിക. സോ അതൊരു പേഷ്യന്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിന് ഇടയ്ക്ക് ഡോണർ, പേഷ്യന്റ്, മീൻസ് റെസിപ്പിയന്റ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത്ര അറിയാം. പിന്നെ നമുക്കറിയാം അല്ലെ, രക്തദാനം മഹാദാനം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ? വളരെ വിശാലമായിട്ട് മനസ്സുള്ളവർക്ക് മാത്രമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ? നിങ്ങളിൽ പലരും ഒരുപക്ഷെ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്ത ആളുകൾ ഉണ്ടാവും. വളരെ നല്ലൊരു കാര്യമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. പലർക്കും അതിനെ കുറിച്ച് ഭയങ്കര ആശങ്കകളൊക്കെ ഉള്ള ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, വളരെ നല്ലൊരു കാര്യമാണ് അല്ലെ? രക്തദാനം മഹാദാനം എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ എന്നാന്ന് അറിയാമോ? വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ അറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങളുടെ ചാപ്റ്ററിനകത്തിൽ അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെല്ലാം തന്നെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ, അതായത് ലോക രക്തദാന ദിനം എന്നാണെന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? അറിയാവുന്ന ഒരു മെസ്സേജ് ഇടും കേട്ടോ. അറിയാമോ ആർക്കെങ്കിലും? വെരി ഗുഡ്. ജിഷ്ണു പറഞ്ഞു ജൂൺ 14. പൂജ പറയുന്നുണ്ട് ജൂൺ 14. കറക്റ്റ് ആണ് കേട്ടോ, വെരി ഗുഡ്. ജൂൺ 14 ആണ് എന്ത് ബ്ലഡ് ഡൊണേഷൻ മീൻസ് വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ അഥവാ ലോക രക്തദാന ദിനം എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ മീൻസ് നാഷണൽ ബ്ലഡ് ഡൊണേഷൻ ഡേ എന്നാണ്. ദേശീയ രക്തദാന ദിനം എന്താണെന്ന് അറിയാമോ? ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. ഓക്കെ, ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1 കേട്ടോ. അപ്പൊ വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ എന്ന് വെച്ചാൽ ലോക രക്തദാന ദിനം എന്താണ്? ജൂൺ 14. ഓക്കെ, പിന്നെ എന്താണ് ദേശീയ രക്തദാന ദിനം? ഒക്ടോബർ 1. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അറിയാം, ഷിജിന കറക്റ്റ് ആണ് കേട്ടോ, ഒക്ടോബർ 1. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടിയല്ലോ, എഴുതി വെച്ചോളൂ, നോട്ട് ചെയ്ത് വെച്ചോളൂ. ആരെങ്കിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. പിന്നെ രക്തം ദാനം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്നത്. ഓക്കെ, ആദ്യം തൊട്ട് ഇടുമോന്നോ? ഇനി നമ്മൾ ജസ്റ്റ് ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അഭിരാമി, ജസ്റ്റ് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ. ടോപ്പിക്കിലേക്ക് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആണ് അല്ലെ? അതെ, ഫസ്റ്റ് ബ്ലഡ് ബാങ്കിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്, അഭിരാമിയുടെ ഫസ്റ്റ് ക്ലാസ് ആണിത് അല്ലെ? കുഴപ്പമില്ല, നമ്മള് വന്നിട്ടില്ല, നമ്മള് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് തുടങ്ങണേ ഉള്ളൂ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകാം നോക്കൂ. ഓക്കെ, എത്രാമത്തെ ചാപ്റ്റർ ആണെന്നോ? ഇത് നിങ്ങൾക്ക് ചാപ്റ്റർ നമ്പർ 20 ആണ് കേട്ടോ. 20ാമത്തെ ചാപ്റ്ററിലാണ് കിടക്കുന്നത്, 20ാമത്തെ. ഓക്കെ, കണ്ടിന്യൂസ് ആവും. നിങ്ങൾ ഹെഡിങ് നോക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ചാപ്റ്ററിന്റെ ഹെഡിങ് നിങ്ങൾ നോക്കിയാൽ മതി. ചാപ്റ്ററിന്റെ നമ്പർ ചിലപ്പോൾ വ്യത്യാസമാവും. ചാപ്റ്റർ 20 ആണ് കേട്ടോ കിടക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞതിലേക്ക് വരാം. അപ്പൊ നമ്മൾ രക്തം ദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് വയസ്സ് കേട്ടോ. രക്തം ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ വയസ്സ് അത് 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ്
ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യനാണ്. നോക്കൂട്ടോ, മൊഡ്യൂൾ 2 ആണോ എടുക്കുന്നത്? അല്ല ഷിഫ, മൊഡ്യൂൾ 2 അങ്ങനെയല്ല, 1ഉം 2ഉം മൊഡ്യൂൾസ് കൂടിയിട്ട് ആകെ ടോട്ടൽ 35 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, 1ഉം 2ഉം മൊഡ്യൂൾസ് കൂടി ടോട്ടൽ 35 ചാപ്റ്റേഴ്സ്. ഈ 35 ചാപ്റ്റേഴ്സ് ഞാനും നീൽറോസ് മിസ്സും കൂടിയിട്ട് ഷെയർ ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഷെയർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വയസ്സ് അല്ലെ, 18 വയസ്സിനും 65 വയസ്സിനും ഇടയില്, അതാണ് ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. മിസ് ഒന്നും കാണാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? സൗമ്യക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണല്ലോ പറയുന്നത്. എനിക്ക് തോന്നുന്നു വല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും കേട്ടോ സൗമ്യ. മിക്കവർക്കും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്, അപ്പൊ കുഴപ്പമില്ല. സൗമ്യ ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ, ചിലപ്പോൾ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാവും. അന്ന് നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടുള്ളൂ. 18 വയസ്സിൽ താഴെ ഏജ് ഉള്ളവരോ 65 വയസ്സിന് മുകളിൽ പോയവരോ എന്ത് ചെയ്യാൻ പാടില്ല? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ അതാണ് അതിന്റെ ഏജ് ലിമിറ്റ് കേട്ടോ. അടുത്തത് രണ്ടാമത്തെ ഒരു ഫാക്ടർ പറയുകയാണെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ശരീരഭാരം. ഓക്കെ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ശരീരഭാരം എത്രയായിരിക്കണം? 45 കിലോഗ്രാമിന് മുകളിലായിരിക്കണം കേട്ടോ. 45 കിലോഗ്രാമിന് മുകളിലായിരിക്കണം ആ വ്യക്തിയുടെ ശരീരഭാരം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? പിന്നെ എന്തായിരിക്കണം? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തി ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റ് ആയിരിക്കണം. അതായത് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതാണ് ഫിസിക്കലി ഫിറ്റ്. മെന്റലി ഫിറ്റ് എന്ന് പറയുന്ന കാരണം എന്താണ്? നമുക്കറിയാമല്ലോ, ചില ആൾക്കാർക്ക് ബ്ലഡ് ഒക്കെ കാണുമ്പോൾ പേടിയുള്ളവരൊക്കെ ഉണ്ടാവും, ഭയമുള്ളവരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇടയിലൊക്കെ തന്നെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരു മാനസികമായിട്ടൊരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. എന്നിട്ട് വേണം ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യാനായിട്ട്. സോ അതാണ് ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റ് ആയിരിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അറ്റ് എ ടൈമില് ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് 300 ഫർസിന് അഫ്സൽ പറഞ്ഞിട്ടുണ്ട് മിസ് ചെയ്യുന്ന ഫർസിന് പേടിയുണ്ട്, ബ്ലഡ് കാണുമ്പോൾ പേടിയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അറ്റ് എ ടൈമില് നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് ഏകദേശം 300 ml ബ്ലഡ് ആണ് കേട്ടോ കളക്ട് ചെയ്യുന്നത്. എത്ര ml ആണ്? 300 ml ബ്ലഡ് ആണ്. നമ്മൾ നേരത്തെ തുടക്കം പറഞ്ഞിരുന്നു, ശരാശരി ആരോഗ്യവാനായിട്ടുള്ള വ്യക്തിയുടെ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡ് ആണ് ഉണ്ടാവുക. 5 ലിറ്റർ. അതിനകത്തുനിന്ന് ഒരു 300 ml എടുക്കാന്ന് പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അത് നമുക്ക് വലിയ ക്ഷീണോ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വളരെ നല്ലതാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ശരീരം ഫ്രഷ് ആവാനും ഒക്കെ നല്ലത്. പുതിയ ബ്ലഡ് സെൽസ് ഒക്കെ ഉണ്ടായി വരും. അപ്പൊ നമ്മുടെ ബോഡി തന്നെ മൊത്തത്തിലൊന്ന് ഫ്രഷ് ആവാനായിട്ട് നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 300 ml ബ്ലഡ് ആണ് അറ്റ് എ ടൈമിൽ ഒരു വ്യക്തി നമ്മള് കളക്ട് ചെയ്യുന്നത്. അത് ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അതിന്റെ ആ ഒരു റേഞ്ചിന് വാരിയേഷൻ വരുന്നുണ്ട് കേട്ടോ. 400, 450 ആ റേഞ്ചിലൊക്കെ വരുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ 300 ml ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാര്, അവരൊന്നും ആ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, മനസ്സിലായല്ലോ? അതുപോലെ തന്നെ പുരുഷന്മാരുടെ കേസിൽ പുരുഷന്മാർക്ക് ഒരു 3 മാസത്തിൽ ഒരിക്കൽ, അവർക്ക് ഒരു 90 days ആണ് പറയുന്നത്. 3 മാസത്തിൽ ഒരിക്കൽ അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഇനി സ്ത്രീകളുടെ കാര്യം വരികയാണെങ്കിൽ, ഫീമെയിൽസിന്റെ കേസ് ആണെങ്കിൽ അവർക്ക് 4 മാസത്തിൽ ഒരിക്കലാണ് അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ അധികം. എന്ന് പറഞ്ഞാല് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദയർ ഹെൽത്ത്. അവരുടെ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുറച്ച് ആരോഗ്യമുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് 3 മാസത്തിൽ ഒരിക്കലും കൊടുക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല കേട്ടോ. ഇതാണ് പക്ഷെ പൊതുവെ പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ്, ബ്ലഡിൽ എത്ര കമ്പോണൻസ് ഉണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ബ്ലഡിൽ എത്ര കമ്പോണൻസ് ഉണ്ടെന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? എനിവൺ? 3, 6, 5, 2, 6. കറക്റ്റ് ആൻസർ വന്നിട്ടില്ല കേട്ടോ. ബ്ലഡിൽ എത്ര കമ്പോണൻസ് ഉണ്ടെന്ന് അറിയാമോ? 4 കമ്പോണൻസ് ആണ് കേട്ടോ ഉള്ളത്. ഗ്രീഷ്മ പറയുന്നുണ്ട് WBC, RBC, പ്ലാസ്മ. ഒരു കമ്പോണന്റ് വിട്ടുപോയി കേട്ടോ. പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. കാണാൻ പറ്റുന്നില്ലേ? എന്താണ് പ്രശ്നം? എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? കാണാൻ പറ്റുന്നില്ല? ദേവിക ഇല്ല. കുറെ പേർക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. പറ്റുന്നുണ്ട്. ഒന്ന് നെറ്റ്വർക്ക് നോക്കൂട്ടെ. നെറ്റ്വർക്ക് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. നിങ്ങളൊന്ന് നോക്ക് കേട്ടോ. പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ മെയിൻ ആയിട്ട് ബ്ലഡിൽ 4 കമ്പോണൻസ് ആണ് ഉള്ളത് കേട്ടോ. 4 കമ്പോണൻസ് ഇതൊക്കെയാണ്: RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഇതൊക്കെയാണ്
സോണിയ ഒന്ന് ശ്രദ്ധിക്കണേ, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ. മിക്കവർക്കും കാണാൻ പറ്റുന്നുണ്ട്, ഒന്ന് നോക്കൂ കേട്ടോ. ഓക്കെ, ബ്ലഡില് 4 കമ്പോണൻസ് ആണ് വരുന്നത്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഇതൊക്കെയാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. അത് കമ്പോണൻസ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. RBC എന്ന് വെച്ചാൽ റെഡ് ബ്ലഡ് സെൽസ്, അരുണ രക്താണുക്കൾ എന്ന് പറയും. ജില്ല കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. ഓക്കെ, ശരിയാണ്, ജില്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അറിയാം. അപ്പൊ നോക്കൂ, RBC എന്ന് വെച്ച് കഴിഞ്ഞാല് റെഡ് ബ്ലഡ് സെൽസ് ആണ്. WBC പറയുമ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ ശ്വേത രക്താണുക്കൾ കേട്ടോ. പിന്നെ പ്ലേറ്റ്ലെറ്റ്, അതുപോലെ തന്നെ പ്ലാസ്മ. അങ്ങനെ ഡിഫറെന്റ് കമ്പോണൻസ്, മീൻസ് 4 കമ്പോണൻസ് ഉണ്ട്. ആ 4 കമ്പോണന്റിനും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ജസ്റ്റ് ഒരു ഐഡിയ തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം, നമ്മളത് പഠിക്കൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് നോക്കുമ്പോ നമുക്കിനി ബ്ലഡ് ബാങ്കിലോട്ട് വരാം. നോട്ട് ചെയ്ത് വെച്ചോട്, ഞാൻ പറയുന്ന ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കണം. ഫാദർ ഓഫ് ബ്ലഡ് ബാങ്ക്, ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിന്റെ പിതാവ് ആരാണ്? നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ദ ഫാദർ ഓഫ് ബ്ലഡ് ബാങ്ക് ആരാണെന്ന് അറിയാമോ? ചാൾസ് റിച്ചാർഡ് ഡ്രൂ. ആരാണ്? ചാൾസ് റിച്ചാർഡ് ഡ്രൂ. ഞാൻ സ്പെല്ലിംഗ് പറയണോ? ചാൾസ് റിച്ചാർഡ് ഡ്രൂ കേട്ടോ. CHARLES കേട്ടോ. സ്പെല്ലിംഗ് പറയണല്ലേ? പറയാം. ചാൾസ് കേട്ടോ. CHARLES, ചാൾസ്. ഓക്കെ. റിച്ചാർഡ്, RICHARD, റിച്ചാർഡ്. ഡ്രൂ, DREW, ഡോഗിന്റെ ഡി ട്ടോ. DREW കിട്ടിയോ? ചാൾസ് റിച്ചാർഡ് ഡ്രൂ. നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? ഇങ്ങനെ പോയ പോലെ ഓക്കെ അല്ലേ? ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നുകൊണ്ടും അല്ല കേട്ടോ. കാരണം നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ്, നിങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതാവുമ്പോ എനിക്ക് അങ്ങനെ അറിയില്ല, അതുകൊണ്ടാണ് കറക്റ്റ് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, സ്പീഡ് വല്ലതും കൂടുന്നുണ്ടെങ്കിൽ പറയണം, നമുക്കതനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ ആണ് കേട്ടോ. അപ്പൊ നോക്കൂ, ഫാദർ ഓഫ് ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ് കേട്ടോ. അതായത് ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് റിച്ചാർഡ്. കറക്റ്റ് ആണ് കേട്ടോ. മഫീദ ഫാത്തിമ, ചാൾസ് റിച്ചാർഡ് ഡ്രൂ. കറക്റ്റ് ആണ് മോളെ, കറക്റ്റ് ആണ് കേട്ടോ സ്പെല്ലിംഗ്. ഓക്കെ, ഇനി നമുക്ക് ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ ബ്ലഡ് ബാങ്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഇങ്ങനെ പറയാം. ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ബ്ലഡ് ബാങ്ക്. സിമ്പിൾ ആയിട്ട് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ? ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അതിന് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അത് കഴിഞ്ഞിട്ട് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ഇത് ബ്ലഡ് ബാങ്ക്. പക്ഷെ ബ്ലഡ് ബാങ്ക് അത് മാത്രമാണോ? അല്ല. ബ്ലഡ് ബാങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ബ്ലഡ് ബാങ്ക്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് കേൾക്കാം കേട്ടോ, നമ്മളെ ചാപ്റ്ററിലേക്ക് എത്തുന്നുള്ളൂ. അപ്പൊ ഞാൻ പറയാം, ബ്ലഡ് ബാങ്കിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പണ്ട് 1ാം ലോക മഹായുദ്ധ സമയത്ത് റെഡ് ക്രോസ് സൊസൈറ്റിയാണ് ആദ്യമായിട്ട് ബ്ലഡ് ബാങ്ക് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ അന്ന് ഹോൾ ബ്ലഡ് ആണ് ഉണ്ടായിരുന്നത്. ഹോൾ ബ്ലഡ്, WHO ഹോളില്ലേ, ഹോൾ ബ്ലഡ്, അതായത് മൊത്തമായിട്ടൊരു ബ്ലഡ് അതാണ് ഉണ്ടായിരുന്നത്. അത് കളക്ട് ചെയ്ത് ഒരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കുകയായിരുന്നു. അന്നത്തെ ഒരു പതിവ് അങ്ങനെയായിരുന്നു. എന്നിട്ട് മറ്റൊരാൾക്ക് നമ്മൾ അത് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഹോൾ ബ്ലഡ് ആയിട്ട് തന്നെയാണ് മറ്റൊരാൾക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്ത് കൊടുത്തിരുന്നത്. പക്ഷെ അങ്ങനെ ഹോൾ ബ്ലഡ് ആയിട്ട് വേറൊരാൾക്ക് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഹോൾ ബ്ലഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ കമ്പോണൻസും വരുന്നുണ്ട്. വളരെ റിച്ച് ആണ് ശരിക്കും പറഞ്ഞാൽ. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, അങ്ങനെ എല്ലാ കമ്പോണൻസും കൊണ്ട് റിച്ച് ആയിട്ടുള്ളതാണിത് ഹോൾ ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ വേറൊരു വ്യക്തിയിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ആ വ്യക്തിയിലേക്ക് ഫ്ലൂയിഡ് ഓവർലോഡ് വരും. അത് പല ഇംബാലൻസിന് ഇടവരും. സ്വാഭാവികമായിട്ടും അതുമൂലം പല പ്രോബ്ലംസും ഒക്കെ ഉണ്ടാകും. കാരണം എന്താണ്? എല്ലാവർക്കും എല്ലാം ആവശ്യമുണ്ടോ? ഇല്ല, എല്ലാവർക്കും എല്ലാം ആവശ്യമില്ല. ആവശ്യമുള്ളത് മാത്രം അവർക്ക് കൊടുത്താൽ മതി. എല്ലാ രോഗികൾക്കും എല്ലാം ഒന്നും ആവശ്യമായിട്ട് വരില്ല.
ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു അനീമിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക, വിളർച്ചയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അയാളെ സംബന്ധിച്ചായിട്ട് RBCയുടെ കൗണ്ട് ആയിരിക്കും കുറവ്. മനസ്സിലായോ? RBCയുടെ കൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസി ആയിരിക്കും അവർക്ക് ഉണ്ടാകും. അപ്പൊ അയാൾക്ക് എന്ത് മാത്രം കൊടുത്താൽ മതി? RBC മാത്രം കൊടുത്താൽ മതി. അവർക്ക് എല്ലാം മൊത്തമായിട്ട് അങ്ങ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, RBC മാത്രം കൊടുത്താൽ മതി. ഇനി ചില പേഷ്യൻസിന്റെ കേസിൽ അവർക്ക് WBCയുടെ അളവായിരിക്കും കുറവ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ WBC മാത്രം സപ്ലൈ ചെയ്യാം. ഇനി ചില കേസിൽ ഇപ്പൊ ഡെങ്കി ഫീവർ ഒക്കെ വരില്ലേ, ഡെങ്കിപ്പനിയൊക്കെ വരുന്ന ആളുകളിൽ അവരുടെ ശരീരത്തില് മീൻസ് ബ്ലഡിനകത്ത് പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്ത് കൊടുക്കാം? പ്ലേറ്റ്ലെറ്റ് ആണ് അവിടെ സപ്ലൈ ചെയ്താൽ മതി. ഇനി ലിവർ ഡിസീസ് ഒക്കെ വരുന്ന കേസിലാണെങ്കിൽ അത്തരം രോഗികളെ സംബന്ധിച്ച് അവർക്ക് പ്ലാസ്മ കമ്പോണന്റ് ആയിരിക്കും കുറവ് വരിക. അവർക്ക് പ്ലാസ്മ മാത്രം കൊടുത്താൽ മതി. അങ്ങനെ എല്ലാവർക്കും അവരവർക്ക് എന്താണ് ആവശ്യം അത് മാത്രം കൊടുത്താൽ മതി. ഹോൾ ബ്ലഡ് ആയിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് പിന്നീട് എങ്ങനെയായി ഹോൾ ബ്ലഡിനെ കളക്ട് ചെയ്ത് അതിനെ ഡിഫറെന്റ് കമ്പോണൻസുകളാക്കി മാറ്റാൻ തുടങ്ങി. ക്ലിയർ ആയോ? ഡിഫറെന്റ് കമ്പോണൻസ് ആക്കി മാറ്റും. ഹോൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അതിന് RBC ആക്കുന്നു, RBC മാറ്റി വെക്കുന്നു, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, അങ്ങനെ ഡിഫറെന്റ് കമ്പോണൻസ് ആക്കി മാറ്റി സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കും. എവിടെ? ബ്ലഡ് ബാഗുകളിലാക്കി സെപ്പറേറ്റ്. അന്ന് കുപ്പിയിലായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നിപ്പോ എന്താണ്? ബ്ലഡ് ബാഗിൽ ഒരു മദർ ബാഗ് ഉണ്ടാവും, അതിനോടനുബന്ധിച്ച് സപ്ലിമെന്ററി കുറെ ബാഗ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഓരോ കമ്പോണൻസുകൾ ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ബ്ലഡ് ബാഗുകളില് ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് ബ്ലഡ് ബാഗുകളിൽ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമുക്കറിയാം അല്ലെ, നമുക്കൊരു ചെറിയ മുറിവ് തന്നെ പറ്റിക്കഴിഞ്ഞാൽ ബ്ലഡ് വരുന്നു, ഒരു 3 to 6 minutes കഴിയുമ്പോഴേക്കും ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് തുടങ്ങും അല്ലെ. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോ അത്തരത്തിലുള്ള ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്കുകളിൽ ബ്ലഡ് എന്ത് ചെയ്ത് വെക്കുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആണല്ലോ? ആമി പറയുന്നുണ്ട് EDTA കറക്റ്റ് ആണ് കേട്ടോ. ബ്ലഡ് ബാങ്കുകളിൽ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മീൻസ് ബ്ലഡ് ബാങ്കുകളിലല്ല, നമ്മൾ ബ്ലഡ് എടുക്കുന്ന സമയത്തെ ചെറിയ ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ ബ്ലഡ് കട്ട് ചെയ്യാതിരിക്കാനായിട്ട് EDTA, എത്തിലീൻ ഡയമീൻ ടെട്രാസിറ്റിക് ആസിഡ്, അതൊന്നും നമ്മൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അതൊന്നും എഴുതി വെക്കട്ടെ, ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കാം. ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ബോഡിയിൽ തന്നെ നാച്ചുറലി ഒരു ആന്റി കൊയാഗുലന്റ് ഉണ്ട്, ഹെപ്പാരിൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ സാധാരണ ബ്ലഡ് ബാങ്കുകളിൽ നമ്മൾ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് സോഡിയം സിട്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. EDTA യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞോളം ബ്ലഡ് എടുക്കുന്ന സമയത്തും കുറച്ച് നേരത്തെ ആ ഒരു ടൈം ഇത് വരുമല്ലോ, ആ സമയത്താണ് കേട്ടോ. അതൊന്നും നിങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. നാച്ചുറലി ബോഡിയിൽ ഉണ്ട്, നമ്മുടെ ബോഡി ഹെപ്പാരിൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. ഓക്കെ, അത് ഇവിടെ നിൽക്കട്ടെ, അതൊന്നും വേണ്ട, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പഠിക്കണ്ട. ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ബ്ലഡ് ബാങ്കുകളിൽ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്. അത് വന്നിട്ട് ഏകദേശം ഒരു 2 ഡിഗ്രി to 6 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. 2 ഡിഗ്രി മുതൽ 6 ഡിഗ്രി സെന്റിഗ്രേഡ് ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ് സാധാരണ ബ്ലഡ് ബാങ്കുകളിൽ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പക്ഷെ ഐഡിയൽ ടെമ്പറേച്ചർ എന്ന് പൊതുവെ പറയുന്നത് 4 ഡിഗ്രി സെന്റിഗ്രേഡ്. അത് ഈ പറഞ്ഞ 2നും 6നും ഇടയിലാണല്ലോ വരുന്നത്. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി, എത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് പയ്യെ അങ്ങനെ ബ്ലഡ് ബാങ്കിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പഴയ കിടക്കാം. അപ്പൊ നോട്ട് ചെയ്ത് വെക്കണം. ഫാദർ ഓഫ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ആരാണ്? ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ് കേട്ടോ. വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ June 14th അതുപോലെ തന്നെ നാഷണൽ ബ്ലഡ് ഡൊണേഷൻ ഡേ എന്ന് പറയുന്നത് October 1 നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നോക്കൂ, നമുക്ക് വായിച്ചാലോ. എന്താണ് ബ്ലഡ് ബാങ്ക്? ചാപ്റ്റർ 20 ബ്ലഡ് ബാങ്ക് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫിനകത്ത് കൃത്യമായിട്ട് ബ്ലഡ് ബാങ്കിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ നമുക്ക് തരണം. നമുക്കൊന്ന് വായിക്കാം കേട്ടോ, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. The term blood bank generally refers to a department of a hospital, usually within a clinical pathology laboratory, where the storage of blood product takes place and where the pre-transfusion and blood compatibility testing is executed. എന്താണ് പറയുന്നത്? The term blood bank എന്ന് പറയുന്നത് എന്താണ്? Generally refers to a department of a hospital, usually within a clinical pathology laboratory. അതായത്
സാധാരണയായിട്ട് ഒരു ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിക്കകത്തോ അല്ലെങ്കിൽ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഭാഗമായിട്ട് കാണുന്ന ഹോസ്പിറ്റലിൽ കാണുന്ന ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എന്താണ് പാത്തോളജി? ഓക്കെ, പാത്തോളജി എന്താണെന്ന് അറിയാമോ? സ്റ്റഡി ഓഫ് ഡിസീസ്. നിങ്ങൾക്കറിയാം, ചിലവർക്കൊക്കെ അറിയുന്നുണ്ടാവും കേട്ടോ. അറിയാത്തവരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പാത്തോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ഡിസീസ്. സ്റ്റഡി ഓഫ് ഡിസീസ്, രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത് പാത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കേൾക്കുന്നില്ലേ നിങ്ങള്? ഓക്കെ ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് ഇത് പാത്തോളജി എന്ന് പറയുന്നത്. അതായത് രോഗങ്ങൾ ഉണ്ടാവും, രോഗകാരണങ്ങൾ ഉണ്ടാവും, രോഗലക്ഷണങ്ങൾ ഉണ്ടാവും, അങ്ങനെ അതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് പാത്തോളജി. അഞ്ജലി സിജി മനസ്സിലായില്ല? സ്റ്റഡി ഓഫ് ഡിസീസ്, രോഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ പാത്തോളജി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പൊ പാത്തോളജി എനിക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം കേട്ടോ, രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ബ്ലഡിനെ കുറിച്ചുള്ള പഠനത്തിന് എന്താ പറയാ? സ്റ്റഡി ഓഫ് ബ്ലഡ്. സ്റ്റഡി ഓഫ് ബ്ലഡ് എന്താ പറയാ? അറിയാമോ? സ്റ്റഡി ഓഫ് ബ്ലഡ് എനിവൺ? ആർക്കെങ്കിലും അറിയാമോ? വെരി ഗുഡ്. ഹെമറ്റോളജി കറക്റ്റ് ആണ്. പൂജ കറക്റ്റ് ആണ്. അങ്ങനെയല്ല, എല്ലാവർക്കും അറിയാം. ഹെമറ്റോളജി കേട്ടോ. കറക്റ്റ്, എല്ലാവർക്കും അറിയാം. ഹെമറ്റോളജി കേട്ടോ, ബ്ലഡിനെ കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത്തരത്തിലൊരു ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ അകത്തോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടോ കാണുന്ന ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. Where the storage of blood product takes place. ബ്ലഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് കമ്പോണൻസ് തന്നെ. ഓക്കെ, ബ്ലഡിന്റെ കമ്പോണൻസ് ഉണ്ടല്ലോ, ബ്ലഡിന്റെ ഘടകങ്ങൾ ഉണ്ടല്ലോ, RBC, WBC, അതിനെയാണ് ഈ ബ്ലഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ബ്ലഡ് പ്രോഡക്റ്റിന്റെ സ്റ്റോറേജ് നടക്കുന്നു. ആൻഡ് where the pre-transfusion and blood compatibility testing is executed. അവിടെ നിങ്ങൾക്ക് രണ്ട് ടേംസ് കൺഫ്യൂഷൻ വരാം. എന്താണ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ, എന്താണ് ബ്ലഡ് കമ്പാറ്റിബിലിറ്റി? പറഞ്ഞു തരാം. ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു തരാം. ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്, ഈ ചാപ്റ്ററിനകത്ത് തന്നെ വരുന്നുണ്ട്. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, അതായത് ഒരു വ്യക്തിയിൽ നിന്ന് ബ്ലഡ് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ ബ്ലഡ് കമ്പോണൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ക്ലിയർ ആയോ? ഓക്കെ, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്നാണ് പറയുന്നത്. പ്രീ ട്രാൻസ്ഫ്യൂഷൻ എന്തായിരിക്കും? അപ്പൊ പ്രീ എന്ന് പറയുമ്പോൾ മുമ്പ് അല്ലെ? പ്രീ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫ്യൂഷന് മുമ്പ് ചെയ്യേണ്ട ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒത്തിരി അസുഖങ്ങളുണ്ട്. നമുക്ക് അറിയാവുന്നതാണ് HIV, ഓക്കെ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B, C, സിഫിലിസ്, മലേറിയ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന അസുഖം. അതെ, കറക്റ്റ് ആണ് അഞ്ജലി, HIV, അതെ അറിയാം. അപ്പൊ ബോഡി ഫ്ലൂയിഡ്സിലൂടെ മെയിനായിട്ട് ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ചില അസുഖങ്ങളാണ് ഇതൊക്കെ. ഇത്തരം അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. അത് മാത്രമല്ല ചെക്കിങ് കേട്ടോ, ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യണം, കുറെ കാര്യങ്ങൾ അതിനകത്ത് ആന്റിജൻ ടെസ്റ്റ് നടത്തണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ മറ്റെന്തെങ്കിലും ഡിസീസോ ഇൻഫെക്ഷൻസോ ആ ബ്ലഡിനകത്ത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടാണ്, പ്രോപ്പർ ചെക്കിങ് കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് ആ ബ്ലഡ് വേറൊരാളിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും? എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഡിസീസോ ഉണ്ടോ ആ സ്വീകരിക്കുന്ന ആൾക്കും കൂടെ അത് കിട്ടാനായിട്ട് ഇടവരും. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റിംഗ് മസ്റ്റ് ആണ്, അത് കറക്റ്റ് ആയിട്ട് നടത്തണം. ആൻഡ് ബ്ലഡ് കമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്. എന്താണ് ബ്ലഡ് കമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാല്? ബ്ലഡ് കമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ രക്ത അനുയോജ്യത. എന്താണ് രക്താനുയോജ്യത? എല്ലാവർക്കും എല്ലാ ബ്ലഡും കൊടുക്കാനും എല്ലാവർക്കും എല്ലാ ബ്ലഡ് ഗ്രൂപ്പും സ്വീകരിക്കാനൊന്നും സാധിക്കില്ല അല്ലെ? ഈ ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ, ക്രോസ് മാച്ച് ചെയ്ത് നമ്മൾ നോക്കണം. അതാണ് രക്ത അനുയോജ്യത, ബ്ലഡ് കമ്പാറ്റിബിലിറ്റി. കമ്പാറ്റിബിലിറ്റി മീൻസ് അനുയോജ്യത എന്നർത്ഥം കേട്ടോ. രക്തങ്ങൾ തമ്മിൽ അനുയോജ്യമാണ്. ഇപ്പൊ ഡോണറും റെസിപ്പിയന്റും മീൻസ് ഡോണറും പേഷ്യന്റും തമ്മിൽ അവരുടെ ബ്ലഡുകൾ തമ്മിൽ എന്താണ് ഒത്തുപോകുന്നുണ്ട്, ക്രോസ് മാച്ച് ചെയ്ത് നമ്മൾ നോക്കണം. ബ്ലഡ് ഗ്രൂപ്പുകൾ ഓക്കെ ആണോ, മാച്ച് മീൻസ് ട്രാൻസ്ഫ്യൂഷൻ ഓക്കെ ആണോ എന്നുള്ള ആ ഒരു അനുയോജ്യത നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് ക്രോസ് മാച്ച് ചെയ്ത് നോക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ.
ഈ മിസ്മാച്ച് ആണെങ്കിൽ നമുക്ക് ആ ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. മിസ്മാച്ചിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അഗ്ലൂട്ടിനേഷൻ പോലുള്ള ഒരുപാട് ഇഷ്യൂസ് വരും. അത് കോംപ്ലിക്കേഷൻ ആവും, ഒരുപക്ഷെ മരണം വരെ സംഭവിച്ചേക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള രക്താനുയോജ്യതയും കൂടെ ഉറപ്പാക്കുക എന്നുള്ളതും ഉറപ്പാക്കണം. ഓക്കെ, അങ്ങനെയുള്ള ടെസ്റ്റിങ്ങും കൂടെ ഇവിടെ നടക്കുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. The term blood bank generally refers to a department of a hospital, usually within a clinical pathology laboratory, where the storage of blood product takes place and where the pre-transfusion and blood compatibility testing is executed. Clear ആണോ? ഓക്കെ ആണോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലേ? കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി നോക്കട്ടാ, ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ദ ടാസ്ക് റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അതായത് ബ്ലഡ് ബാങ്കിന് എങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്, എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. ബ്ലഡ് കളക്ഷൻ അല്ലെ, ബ്ലഡ് കളക്ട് ചെയ്യുന്നു, ബ്ലഡ് ശേഖരിക്കുന്നു. പ്രോസസിംഗ് മീൻസ് എന്താ? സംസ്കരണം എന്ന് പറയും നമ്മള്. അതായത് ഇപ്പൊ ബ്ലഡ് ബാങ്കിനകത്തേക്ക് ബ്ലഡ് വരുന്നല്ലോ, നമ്മൾ ബ്ലഡ് ശേഖരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതിന് പല കമ്പോണൻസുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പറയണം. എങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത്? അതെ, അതിനായിട്ട് ഒരുപാട് മെഷീൻസ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീൻസ്, പല ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഈ സെൻട്രിഫ്യൂജിംഗ് മെഷീൻ പോലെയുള്ള മെഷീൻസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ബ്ലഡിനെ നമ്മൾ പല കമ്പോണൻസുകളായിട്ട്, അങ്ങനെ പല പ്രോസസ്സിംഗ് ഒക്കെ നടത്തിയിട്ടാണ് പല കമ്പോണൻസുകളാക്കിയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതും സൂക്ഷിച്ചൊക്കെ വെക്കുന്നത്. ആ ഒരു കാര്യങ്ങളെയാണ് നമ്മൾ പ്രോസസ്സിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താ? ടെസ്റ്റിംഗ്. ഞാനിപ്പോ പറഞ്ഞല്ലോ, പ്രീ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ചെക്ക് ചെയ്യും. വന്നു കഴിഞ്ഞാൽ തന്നെ ഉടനെ ബ്ലഡ് ചെക്ക് ചെയ്യുന്നു, അതിന്റെ ഗ്രൂപ്പ് കറക്റ്റ് ചെയ്യുന്നു, ആർച്ച് കട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു. ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ, അതൊക്കെ വരുന്നുണ്ട്, പറയാണ് ജസ്റ്റ്. അതുപോലെ തന്നെ എന്താ പറയാ, ഡിസീസസ്, ഇൻഫെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ടെസ്റ്റിംഗ് നടത്തുന്നു. പിന്നെ സെപ്പറേഷൻ, ഞാൻ പറഞ്ഞല്ലോ, RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യുന്നു. ആൻഡ് സ്റ്റോറേജ്, സംഭരിച്ച് വെക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നോക്കൂ. WHO developed a global approach blood safety to curtail the burden of diseases due to unsafe blood transfusion. പ്രോസസ് ഒന്നുകൂടെ പറയുമോ ജിനു ഡോബിൻ? അതായത് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ബ്ലഡ് പ്രോസസ്സിംഗ് മീൻസ് നമ്മള് ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് വരുമല്ലോ, അപ്പൊ ബ്ലഡ് വരുന്ന സമയത്ത് പിന്നെ നമ്മളതിനെ കമ്പോണൻസ് ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാങ്കിനകത്ത് സൂക്ഷിച്ചു വെക്കുക. അപ്പൊ അവിടെ ഒരുപാട് പ്രോസസ്സിംഗ് നടക്കുന്ന ഒരുപാട് പ്രക്രിയകൾ എന്ന് വെച്ചാൽ വരുന്ന ഹോൾ ബ്ലഡിനെ നമ്മൾ പല മെഷീൻസും ടെക്നോളജീസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അതിനെ RBC ആക്കിയും WBC ആക്കിയും അതുപോലെ പ്ലേറ്റ്ലെറ്റും പ്ലാസ്മയൊക്കെ ആക്കിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒക്കെ ചെയ്ത് വെക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ കളക്റ്റീവ്ലി പറയുന്നതാണ് പ്രോസസ്സിംഗ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ആയിട്ട് ആക്ട് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു വേർഡ് ഇല്ല, പക്ഷെ ഇതാണ് സംഭവം. മനസ്സിലായോ? അതുപോലെ ഓരോരോ കമ്പോണന്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഓരോരോ കമ്പോണന്റിനും ചില പ്രത്യേക ഒരു എന്താ പറയാ ക്രൈറ്റീരിയയുടെ ബേസിലാണ് പലതും അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, RBCയുടെ ഒരു ചില ഇതുണ്ട്, അതിനനുസരിച്ച് RBC സ്റ്റോർ ചെയ്ത് വെക്കും, WBCക്ക് വേറൊരു രീതി, അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ. അതൊന്നും ഡെപ്തിലോട്ട് പോകണ്ട. അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ നമുക്ക് എന്ത് പറയാം, പ്രോസസ്സിംഗ് പറയാം. അത്രേ ഉള്ളൂ കേട്ടോ, അതിൽ കൂടുതൽ അതിനകത്ത് വേറെ ഒന്നുമില്ല. ഓക്കെ, ജിന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി നോക്കി. WHO developed a global approach blood safety to curtail the burden of diseases due to unsafe blood transfusion. WHOന്റെ എക്സ്പാൻഷൻ എന്താണ്? WHO. വെരി ഗുഡ്, സിൻസിയ പറഞ്ഞു. വേൾഡ് ഹെൽത്ത് പേര് പറഞ്ഞു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ, ഞാനിതിനെ പ്രത്യേകം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. WHO അല്ലെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡെവലപ്ഡ് എ ഗ്ലോബൽ അപ്രോച്ച്, ഒരു ആഗോളപരമായിട്ടുള്ള ഒരു സമീപനം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? അതായത് സുരക്ഷിതമല്ലാത്ത ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി, ബ്ലഡ് ട്രാൻസ്ഫർ വഴി ഉണ്ടായേക്കാവുന്ന അപകടങ്ങളെ കർട്ടൈൽ ചെയ്യാൻ. മീൻസ് എന്താ? കർട്ടൈൽ മീൻസ് വെട്ടിച്ചുരുക്കുക, റെഡ്യൂസ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ആഗോളപരമായിട്ടുള്ള ഒരു സമീപനം എന്ത് ചെയ്തിട്ടുണ്ട്? ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മറ്റെന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉള്ളവരുടെ ബ്ലഡ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അത്തരം അസുഖങ്ങൾ മേടിക്കുന്ന മീൻസ് ബ്ലഡ് കിട്ടുന്ന ആളുകൾക്കും കൂടെ അത് വരും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരാന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും വരാതെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ആഗോള സമീപനം ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? An average person carries almost 5 liters of blood. എന്താണ്?
An average person carries almost 5 liters of blood. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്ററോളം ബ്ലഡ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇറ്റ് സർക്കുലേറ്റ്സ് ദ ബോഡി ത്രൂ ബ്ലഡ് വെസൽസ് ആൻഡ് ഇസ് പമ്പ്ഡ് ത്രൂ ദ ഹാർട്ട്. എന്താ പറയുന്നത്? ബ്ലഡ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്? ബ്ലഡ് വെസൽസിലൂടെ അല്ലെ, രക്തക്കൊള്ളുകളിലൂടെ, ആൻഡ് ഇസ് പമ്പ്ഡ് ത്രൂ ദ ഹാർട്ട്. ആരാണ് പമ്പിങ് ഓർഗൻ? ഏതാണ്? നമ്മുടെ ഹാർട്ട്. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ രക്തപരിണി വ്യവസ്ഥ, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം. അതിനകത്ത് വരുന്നത് ആരൊക്കെയാണ്? ബ്ലഡ് വരുന്നുണ്ട്, ബ്ലഡ് വെസൽസ് വരുന്നുണ്ട്, ഹാർട്ട് വരുന്നുണ്ട് അല്ലെ. രക്തം, രക്തക്കൊള്ളുകൾ, ഹൃദയം എന്നിവ അടങ്ങുന്നതാണ് എന്ത്? നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബ്ലഡ് ബാങ്കിനകത്ത് ജസ്റ്റ് ഒരു ജനറൽ ഐഡിയ ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ വെറുതെ ബ്ലഡ് ഇങ്ങനെ കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, കൊടുക്കുന്നു മാത്രമല്ല കേട്ടോ. അതിനകത്ത് മറ്റു പല ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ക്ലിയർ ആണല്ലേ? ഓക്കെ, മനസ്സിലാണ്. ഞാൻ പതുക്കെ സ്ലോവില് പോകുന്നത് വേറെ ഒന്നും കൊണ്ടും അല്ല കേട്ടോ. നിങ്ങൾ പുതിയതായിട്ടൊരു കോഴ്സിന് ജോയിൻ ചെയ്തേക്കാണ്. അത് മാത്രമല്ല, ചിലപ്പോൾ വളരെ ഗ്യാപ്പിനൊക്കെ ശേഷം വന്ന് പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. എനിക്കറിയില്ല, ഉണ്ടാവാം. അപ്പൊ അവർക്കും കൂടെ ബുദ്ധിമുട്ടാവരുത്, അവർക്കും കൂടെ കയറി പോരാൻ പറ്റണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര സ്ലോവില് പറയണേ. കുറച്ച് കഴിയുമ്പോ 5 ലിസിജ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം ഏജ് ലിമിറ്റ് ഇത്രയുണ്ടല്ലോ. അപ്പൊ ചിലർ ഒരുപാട് കാലത്തെ പഠനത്തിനൊക്കെ ശേഷമായിരിക്കും, കുറെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക്, എനിക്കറിയാതെ. അപ്പൊ അത് ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്ര സ്ലോ ആയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. അവർക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ ട്രാക്കിലേക്ക് വന്നോളൂ. ആ ട്രാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. നമ്മളപ്പോ കുറച്ചും കൂടെ സ്പീഡിൽ നിന്ന് നമുക്ക് പറഞ്ഞു പോകാം. ആ ലെവലിലേക്ക് നിങ്ങൾ വരും, നിങ്ങൾ ആ ട്രാക്കിലോട്ട് വരും കേട്ടോ. അതുകൊണ്ട് പ്രശ്നം വരില്ല. തുടക്കം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, പിന്നെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം. നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേട്ടോ. ഒരു മിനിറ്റ്, മിനിറ്റ്. ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് കേട്ടോ. വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ്, അതായത് ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്തെല്ലാമാണ്, ബ്ലഡ് ബാങ്കുകൾ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു 7 പോയിന്റ്സ് നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് മനസ്സിലാക്കി വെക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നോക്കൂ, ദ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആർ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ഇവിടെ വായിക്കാം, സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. എന്താണ് സ്വിഫ്റ്റ് എന്ന വേർഡിന്റെ അർത്ഥം അറിയാമോ? പെട്ടെന്ന്. ഓക്കെ, പെട്ടെന്ന്, വേഗത്തിൽ എന്നൊക്കെയാണ് അർത്ഥം. സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്, അതായത് ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് വരുന്ന അടിയന്തര സാഹചര്യങ്ങളില് വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. ഓക്കെ ആണോ? അതായത് ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് വരുന്ന അടിയന്തര സാഹചര്യങ്ങളില് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. ക്ലിയർ ആണത് നമുക്കറിയാം അല്ലെ. എപ്പോഴും ബ്ലഡ് ഒക്കെ ആവശ്യമായിട്ട് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും ബ്ലഡ് ആവശ്യമായിട്ട് വരാം അല്ലെ. അപ്പൊ ആ സമയത്ത് മേജർ സർജറി വേണ്ട ഒരു ആക്സിഡന്റ് അല്ലെ, ഒരു ആക്സിഡന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബ്ലഡ് ലോസ് ഒക്കെ വരും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും നമുക്ക് ബ്ലഡ് ആവശ്യമായിട്ട് വരിക. ആ സമയത്ത് നമ്മൾ ബ്ലഡ് ബാങ്കിൽ ചെന്ന് ചോദിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരൂ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കാം, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് സെക്കൻഡ് പോയിന്റിലോട്ട് പോകാം. അപ്പൊ സ്വിഫ്റ്റ് റെസ്പോൺസ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. കാര്യങ്ങൾ മനസ്സിലായല്ലോ? അടുത്തത് വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ. ഞാൻ സെക്കൻഡ് പോയിന്റ് ആണ് പറയുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. വാലിഡേറ്റിംഗ് ദ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. ഇവിടെ വായിക്കാം, വാലിഡേറ്റിംഗ് ദ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. എന്താണ് വാലിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ചെക്ക് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക എന്നാണ് ഇവിടെ അർത്ഥം. ഓക്കെ, വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ, ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട്
ബ്ലഡ് സാമ്പിൾസ് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. നേരത്തെ പറഞ്ഞ അതേ കാര്യം, രോഗങ്ങളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം, ബ്ലഡ് ഗ്രൂപ്പ് നോക്കണം, അങ്ങനെ ഒത്തിരി ആർച്ച് ഫാക്ടർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അങ്ങനെയുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ ചെക്ക് ചെയ്യണം. ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്, അതായത് ആവശ്യാനുസരണം, ആവശ്യത്തിനനുസരിച്ച് ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡും ബ്ലഡ് കമ്പോണൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. കാരണം ഷോർട്ടേജ് വരാനായിട്ട് പാടില്ല. ഷോർട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കുകയും അത് എന്ത് ചെയ്യണം? സേവ് ചെയ്ത് വെക്കുകയും വേണം കേട്ടോ, റിസർവ് ചെയ്ത് വെക്കണം. നമ്മൾ 3 പോയിന്റ്സ് പറഞ്ഞു കേട്ടോ. ഒന്നാമത്തെ എന്താണ്? സ്വിഫ്റ്റ് റെസ്പോൺസ്. ഓക്കെ, ആദ്യം പെട്ടെന്ന് നമ്മൾ എന്താണ് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. രണ്ടാമത്തെ എന്തായിരുന്നു? വാലിഡേറ്റിംഗ് ദ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ ആൻഡ് റിസർവ് ദ ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. ആവശ്യാനുസരണം ബ്ലഡും ബ്ലഡ് കമ്പോണൻസും സൂക്ഷിച്ചു വെക്കുക, റിസർവ് ചെയ്യുക എന്നുള്ളതും ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ഓക്കെ ഓക്കെ ജിനു. ഓക്കെ, നെക്സ്റ്റ് വൺ കേട്ടോ, തേർഡ് വൺ നമുക്ക് നോക്കാം. ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഇവിടെ വായിക്കാം. ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. എന്താണ് ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ? എന്താണ്? പ്രതിരോധ ശക്തി അല്ലെ, പ്രതിരോധ ശക്തി. ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്, അതായത് ഒരു ഡോണറിനും പേഷ്യന്റിനും ഇടയിലുള്ള അവരുടെ രോഗപ്രതിരോധപരമായിട്ടുള്ള ഒരു അനുയോജ്യത, അത് ഇവാലുവേറ്റ് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു തരാം. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ബ്ലഡ് സ്വീകരിക്കാൻ വിചാരിക്കും. എനിക്കൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്ന് ഞാൻ ബ്ലഡ് സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ ബ്ലഡ് സ്വീകരിക്കുന്നു. എന്റെ ബോഡിയെ സംബന്ധിച്ച് എനിക്ക് ആ വരുന്ന ബ്ലഡ് എന്താണ്? ഒരു ഫോറിനാണ്, മീൻസ് ഫോറിൻ ബ്ലഡ് ആണ് എന്റെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം അല്ലെ. വേറൊരാളുടെ ബ്ലഡ് അല്ലേ ഞാൻ സ്വീകരിക്കുന്നത്. അപ്പൊ എന്തുണ്ടാവും? പല ഇഷ്യൂസ് വരാൻ സാധിക്കും. വെച്ചാൽ വലിയ ഇഷ്യൂസ് അല്ല, എന്റെ ഇതിലേക്ക് പുതിയ ബ്ലഡ് വരുന്ന സമയത്ത് എന്റെ ബോഡി അതുപോലെ സെറ്റ് ആവണം അല്ലെ, പ്രതിരോധപരമായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ സ്വീകരിക്കുന്ന വ്യക്തിയുടെയും അതുപോലത്തെ എന്റെയും ഒരു പ്രതിരോധപരമായിട്ടുള്ള അനുയോജ്യത ഏകദേശം സിമിലർ ആയിട്ട് പോകണം. എന്നാൽ മാത്രമാണ് അതുമൂലം ഉണ്ടാകുന്ന ചെറിയ റിയാക്ഷൻസിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? എന്റെ ബോഡിയിൽ ഞാനൊരാളിൽ നിന്നും എക്സ് എന്ന വ്യക്തിയിൽ നിന്നും ഞാൻ ബ്ലഡ് സ്വീകരിക്കുന്നു. അപ്പൊ എന്റെ ബോഡിയെ സംബന്ധിച്ച് അതൊരു ഫോറിൻ ബ്ലഡ് ആണ്. സ്വാഭാവികമായിട്ടും എന്റെ ബോഡിയിലേക്ക് വരുമ്പോൾ ചെറിയ ഇഷ്യൂസ്, മീൻസ് അതുമായിട്ട് ഒന്ന് ഒത്തുപോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് എന്റെ ബോഡിക്ക് വന്നേക്കാം. അപ്പൊ അത് പ്രതിരോധിക്കാൻ ആ വ്യക്തിയുടെ എന്റെയും ഒരു പ്രതിരോധപരമായിട്ടുള്ള എന്താ പറയാ മാച്ചിങ് ഏകദേശം സിമിലർ ആയിക്കഴിഞ്ഞാൽ ഓക്കെ, എനിക്കത് കൂളായിട്ട് റെസിസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ ഒന്നുകൂടെ പറയാമോ മിസ്സേന? പറയാലോ, എനിക്കിട്ട് പറയാം കേട്ടോ. അതായത് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ് ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ പ്രതിരോധം എന്നാണ് അർത്ഥം. ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രതിരോധപരമായിട്ടുള്ള അനുയോജ്യത. അത് എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, പക്ഷെ ഒരു എക്സാമ്പിൾ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം എന്താന്ന് വെച്ചാല്, ഇപ്പൊ എന്റെ ബോഡിയിൽ എനിക്ക് ഒരു ബ്ലഡ് സ്വീകരിക്കേണ്ട ഒരു ഘട്ടം വന്നു. ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കുന്നു. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ ബോഡിയെ സംബന്ധിച്ച് ആ വരുന്ന ബ്ലഡ്, എക്സിന്റെ ബ്ലഡ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ബ്ലഡ് എന്റെ ബോഡി എന്നെ സംബന്ധിച്ച് ഒരു ഫോറിൻ ബ്ലഡ് ആണ്, മീൻസ് എന്റെ ശരീരത്തിൻ്റെത് അല്ലാത്തൊരു ബ്ലഡ് ആണ് ഞാൻ സ്വീകരിക്കുന്നത് അല്ലെ. മാച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത്, അതൊക്കെ ഓക്കെ. പക്ഷെ സ്വാഭാവികമായിട്ട് ആ ബ്ലഡ് എന്റെ ശരീരത്തിലോട്ട് വരുമ്പോ ചെറിയ കുഞ്ഞു റിയാക്ഷൻസ് ചിലപ്പോൾ ഉണ്ടായേക്കാം. ചെറിയ ബുദ്ധിമുട്ടുകൾ, തലവേദനയോ അല്ലെങ്കിൽ മറ്റേ ടെമ്പറേച്ചർ വാരിയേഷനോ ഒക്കെ വന്നേക്കാം. അപ്പൊ ആ വ്യക്തിയുടെയും എന്റെയും പ്രതിരോധപരമായിട്ടുള്ള ആ ഒരു മാച്ചിങ് ഉണ്ടല്ലോ, അത് ഏകദേശം സിമിലർ ആയിട്ട് പോകണം, സ്യൂട്ടബിൾ ആയിട്ട് പോകണം. എന്നാൽ മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് മൂലം കൊണ്ട് ഞാൻ ആ ബ്ലഡ് സ്വീകരിച്ചാല് എന്റെ ബോഡിക്ക് ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് അദ്ദേഹത്തിനും എന്റെയും ഏകദേശം ഒരേപോലെ ആണെങ്കിൽ ഓക്കെ, എനിക്കത് റെസിസ്റ്റ് ചെയ്ത് പോവാനായിട്ട് പറ്റും. അപ്പൊ രണ്ടുപേരുടെ ഏകദേശം എന്തായിരിക്കണം? പ്രതിരോധപരമായിട്ടുള്ള അനുയോജ്യത സിമിലർ ആയിരിക്കണം, മീൻസ് ഓക്കെ ആയിരിക്കണം. അത് എവാലുവേറ്റ് ചെയ്യാന്നുള്ളത് ആരുടെ ഫംഗ്ഷൻ ആണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ശരി. അടുത്തത് അതിന്റെ കൂടുതൽ ഡെപ്തിലോട്ടൊന്നും നമ്മൾ പോകണ്ട കേട്ടോ, കാര്യം ഇത്രയേ ഉള്ളൂ സംഭവം.
ഇനി അടുത്തത് ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. നെക്സ്റ്റ് പോയിന്റ് ആണ് കേട്ടോ പറയുന്നത്. 4th പോയിന്റ് ആണ് ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. അതായത് ഓരോ വ്യക്തിയുടെയും ക്ലിനിക്കൽ കണ്ടീഷൻസിന് അനുയോജ്യമാകുന്ന രീതിയിലുള്ള ബ്ലഡ് കമ്പോണൻസുകൾ ചൂസ് ചെയ്യുക, ദാറ്റ് മീൻസ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അതായത് ഓരോരുത്തർക്കും എല്ലാവർക്കും എല്ലാം ആവശ്യമില്ല. ഓരോ പേഷ്യന്റിന്റെയും ക്ലിനിക്കൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥ. ഓക്കെ, ആ അവസ്ഥയ്ക്ക് അനുസരിച്ച് എന്താണോ അയാൾക്ക് അനുയോജ്യമായത് അത് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, അനീമിക് ആയിട്ട് വന്നു, എനിക്ക് RBCയുടെ അളവാണ് വേണ്ടത്, RBCയുടെ ഡെഫിഷ്യൻസിയാണ് എനിക്ക് എന്ത് തന്നാൽ മതി? RBC തന്നാൽ മതി. ഓക്കെ, അപ്പൊ അതങ്ങനെ ഓരോ പേഷ്യന്റിനും എന്താണോ ആവശ്യം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അവർക്ക് ഏത് കമ്പോണന്റ് സപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി അതിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ 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 ശരി, നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം നമുക്ക്. എന്തായിരുന്നു? കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. കോഷ്യസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? സേഫ് അല്ലെങ്കിൽ കെയർഫുൾ, ശ്രദ്ധിക്കണം എന്നാണ്. ശ്രദ്ധ എന്ന് വെച്ചിട്ട് ഇവിടെ മീനിങ് ചെയ്യുന്നത് കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള ബ്ലഡ് കമ്പോണൻസും ആയിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, കൈകാര്യം ചെയ്യുന്ന സമയത്തും അത് വിതരണം ചെയ്യുന്ന സമയത്തും ശ്രദ്ധ അത്യാവശ്യമാണ്. ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ബ്ലഡ് കമ്പോണൻസ് ആണെങ്കിലും അതിനെ ഹാൻഡിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനെ വിതരണം ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. വളരെ സേഫ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. തീർച്ചയായിട്ടും വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഒരു ബ്ലഡ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ കൊടുക്കുന്ന സമയത്ത് അത് നമ്മുടെ കയ്യിൽ നിന്നോ മറ്റൊരു വീഴ്ച വരാനൊന്നും പാടില്ല. നമ്മളിൽ നിന്ന് മറ്റെന്തെങ്കിലും ക്ലീൻലിനെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വളരെ നീറ്റ് ആയിട്ട് വേണം, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് അവിടെ പറയുന്നത് കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണൻസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ, കൈകാര്യം ചെയ്യുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും സേഫ്റ്റി ഉറപ്പാക്കേണ്ടത് ആരുടെ ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് ഇലമെന്റ്സ്. ഒന്നുകൂടി പറയുന്നു മിസ്ന അല്ലെ? മിസ്നയ്ക്ക് ക്ലിയർ ആയില്ല? കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. അതിലെ മോളെ നമ്മള് ബ്ലഡ് ആയിട്ട് കൈകാര്യം ചെയ്യുമല്ലോ ബ്ലഡ് ബാങ്കിനകത്ത്. അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്ന്. ഓക്കെ, വിതരണം ചെയ്യുമ്പോഴും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം, സേഫ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മിസ്സേക്ക് ക്ലിയർ ആയല്ലോ? അതായത് ക്ലീൻലിനെസ് വളരെ കറക്റ്റ് ആയിട്ട് ഒരു വൃത്തിഹീനമായിട്ടുള്ളതൊന്നും ചെയ്യാൻ പാടില്ല. വളരെ നീറ്റായിട്ട് വേണം ഓരോ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് എടുക്കുന്ന സമയം തൊട്ട് ഒരാളിന് ബ്ലഡ് എടുക്കുന്ന സമയം തൊട്ട് അത്രയും വളരെ സേഫ് ആയിട്ട് വേണം ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. ഇത്രയും ഓക്കെ. നെക്സ്റ്റ് വരുന്നുണ്ടായിരുന്നു യെസ് ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. ഇൻവെന്ററി എന്താ? വിവരങ്ങൾ. ഓക്കെ, വിവരങ്ങള്. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. നമുക്കറിയാം ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണൻസിന്റെയും എന്താ മാനേജ്മെന്റ് മീൻസ് ഇൻവെന്ററി, അതിന്റെ വിവരങ്ങൾ ഉണ്ടാവും അല്ലെ. ഇത്ര കമ്പോണൻസ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് ഇൻവെന്ററി, വിവരങ്ങളും. സ്റ്റോക്ക് മാനേജ്മെന്റ്, അതായത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടല്ലോ, അതിന് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള വിവരങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുക, ട്രാക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ ആ ബ്ലഡ് ബാങ്കിലേക്ക് ആരൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, ആർക്കൊക്കെ അത് കൊടുക്കുന്നുണ്ട്, എത്രത്തോളം ബ്ലഡ് കമ്പോണൻസ് ആ ബ്ലഡ് ബാങ്കിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടോ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിയണം അല്ലെ. അങ്ങനെയുള്ള ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ്, അതായത് അത്തരം വിവരങ്ങൾ സൂക്ഷിക്കുകയും അതിന്റെ മാനേജ്മെന്റ്, സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് വെച്ച് കറക്റ്റ് ആയിട്ട് തീർന്നുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യണം. ഇന്ന സാധനം വരാനുണ്ട്, ഇന്ന ഷോർട്ടേജ് ഉണ്ട്, അത് ഓർഡർ ചെയ്തത് എത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക, അത്തരം കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ ചെയ്യുക, കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകട്ടെ ഞാൻ. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് എന്ത്? കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. എന്താണ്?
കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. എന്താണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? നമുക്കറിയാം അല്ലെ, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോ ബ്ലഡ് ഡൊണേഷനും അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്ലബ്ബുകള്, ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് തന്നെ പലപ്പോഴും വാട്സപ്പിലൂടെ ഒക്കെ മെസ്സേജ് ഒക്കെ വരാറുണ്ട് അല്ലെ. അതായത് ഇങ്ങനെ ബ്ലഡിന് ആവശ്യമുണ്ട്, അർജന്റ് ആണ്, എത്രയും പെട്ടെന്ന് ഇതിൽ മെസ്സേജ് ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞു വരാറുണ്ട്. അപ്പൊ ഇത്തരത്തില് ബ്ലഡ് ഡൊണേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ഈ ബ്ലഡ് ഇതൊക്കെ കളക്ട് ചെയ്യാനൊക്കെ ബന്ധപ്പെട്ട് പല ബ്ലഡ് മീൻസ് ക്ലബ്ബുകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും. പ്രത്യേകിച്ച് യൂത്ത് അല്ലെ, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമാണെന്ന് നമുക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സുമായിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഒരു പ്രോപ്പർ ആശയവിനിമയം ആർക്കുണ്ടായിരിക്കണം? ബ്ലഡ് ബാങ്കിന് ഉണ്ടായിരിക്കണം. അവരുമായിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായ ബ്ലഡ് ബാങ്കിന് എന്താ ഗുണം? ബ്ലഡ് ബാങ്കിനകത്ത് ഏതെങ്കിലും ബ്ലഡ് ഗ്രൂപ്പിന്റെ ഒരു ഷോർട്ടേജ് വന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത്തരം ബ്ലഡ് ഓർഗനൈസേഷൻ ആയിട്ട് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് അവർക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അത്തരം ഷോർട്ടേജ് ഉള്ള ആ ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ട ആ ബ്ലഡ് കളക്ട് ചെയ്യാനും കിട്ടാനും അങ്ങനെയുള്ള സോഴ്സ് ഒക്കെ അവർക്ക് എളുപ്പം കിട്ടും അല്ലെ. 6th പോയിന്റ് ഒന്നുകൂടെ പറയാമോ അമൃത? 6th പോയിന്റ് എന്തായിരുന്നു? ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. അതായത് ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡും ബ്ലഡ് എലമെന്റ്സും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ലേ, അതിന്റെ വിവരങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആരുടെ ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. ഈ സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലേ ഇത്തരം വിവരങ്ങൾ, അതായത് ഈ ബ്ലഡ് ബാങ്കിലേക്ക് ആരുടെ ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്, ആർക്ക് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് ബ്ലഡ് ബാങ്കിലോട്ട്, ആർക്കൊക്കെ നമ്മൾ ബ്ലഡ് കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ ബ്ലഡ് ബാങ്കിനകത്ത് എത്രത്തോളം കമ്പോണൻസുകൾ, അതിന്റെ ഒക്കെ ഒരു കണക്ക് വിവരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കറക്റ്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക, അതൊക്കെ രേഖപ്പെടുത്തി വെക്കുക, അത് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്ത് മോണിറ്റർ ചെയ്ത് അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അത്രേ ഉള്ളൂ. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം കേട്ടോ. അതാണ് കേട്ടോ അമൃത ഉദ്ദേശിക്കുന്നത്. അമൃതയ്ക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ ആയോ അമൃത? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഇപ്പൊ പറഞ്ഞ പോയിന്റ് അതാണ്. അതായത് ഇങ്ങനെയുള്ള ബ്ലഡ് ഡൊണേഷനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് തന്നെ. അപ്പോൾ അവർക്ക് ബ്ലഡ് ബാങ്കിന് ഏതെങ്കിലും ബ്ലഡ് ഷോർട്ടേജോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഇത്തരം ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അല്ല അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കോൺടാക്ട് ഉണ്ടാവണമെങ്കിൽ അവരായിട്ടൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒരു ആശയവിനിമയം ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ആവശ്യത്തിന് എന്തെങ്കിലും ഷോർട്ടേജ് വരണമെങ്കിൽ അത്തരം എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമുക്ക് ആ ബ്ലഡ് ശേഖരിക്കാനൊക്കെ ഉപകാരപ്പെടും. ആർക്ക്? ബ്ലഡ് ബാങ്കിന് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ബ്ലഡ് ബാങ്കിന്റെ ഒരു ഫംഗ്ഷൻ ആണെന്ത്? കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. നമ്മൾ 7 പോയിന്റ്സ് പഠിച്ചു കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ പോയിന്റ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? ഒന്ന് കൺക്ലൂഡ് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കി. സ്വിഫ്റ്റ് റെസ്പോൺസ് അല്ലെ, പെട്ടെന്ന് ഉള്ള പ്രതികരണം. എന്തായിരുന്നു? അടിയന്തര സാഹചര്യങ്ങളിൽ ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ. രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? യെസ്, വാലിഡേറ്റിംഗ് ദ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ്. അല്ലെ, ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട് ബ്ലഡ് സാമ്പിൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? റിസർവ് ചെയ്യണം അല്ലെ, ബ്ലഡും ബ്ലഡ് കമ്പോണൻസും ആവശ്യാനുസരണം ബ്ലഡ് ബാങ്കിനകത്ത് റിസർവ് ചെയ്യണം എന്നുള്ളതും അവരുടെ ഫംഗ്ഷനാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? ഡോണറിന്റെയും പേഷ്യന്റിന്റെയും പ്രതിരോധപരമായിട്ടുള്ള അനുയോജ്യത ഉറപ്പാക്കേണ്ടത് ആരുടെ ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. അതുപോലെ ഓരോ രോഗിയുടെയും ക്ലിനിക്കൽ കണ്ടീഷൻസിന് അനുസരിച്ചുകൊണ്ട് വേണം നമ്മുടെ ബ്ലഡ് കമ്പോണൻസുകൾ ചൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോഴും വളരെ കോഷ്യസ് ആയിട്ട് ചെയ്യണം, വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം എന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡ് കമ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. അതിനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതും ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. പിന്നെന്തായിരുന്നു? ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട്, അതായത് അറിയാലോ, മനസ്സിലാകുന്നത് അവരുടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതും ആരുടെ ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ചാൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കാം, കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോകാം. ഓക്കെ, ലൊക്കേഷൻ കേട്ടോ. ഇതാണ് ലൊക്കേഷൻ. എന്താണ് പറയുന്നത്? ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? നമുക്ക് ഉച്ചയൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ വരുന്നുണ്ടോ?
ഉറക്കം വരുന്നുണ്ടോ? നോ, പൂജയ്ക്ക് ഉറക്കം വരുന്നുണ്ടാണ്. ഉറങ്ങിപ്പോവല്ലേ, പഠിക്കാനുള്ളതാണ് നമുക്ക്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമ്മള് ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ, ഓക്കെ, എവിടെയായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്നത്, ഐഡിയൽ ലൊക്കേഷൻ എവിടെയാണ് എന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ആദ്യത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. എന്താണ് പറയുന്നത്? ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം ആരുടെ സ്ഥാനം? ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം. ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയാമോ? ഏതിന്റെയാണ്? ഫംഗ്ഷന്റെ ആണോ? അതായത് കമ്മ്യൂണിക്കേഷൻ വിത്ത് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നാണ് ആ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്. അത് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ ക്ലബ്ബുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഉണ്ട്. യൂത്തിന്റെ ചില ക്ലബ്ബുകൾ ഉണ്ടാവും, ക്ലബ്ബുകള്, അതുപോലെ ഓർഗനൈസേഷൻസ്, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെയാണ് നമ്മൾ കളക്റ്റീവ്ലി എന്ത് പറയുന്നത്? ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ആളുകളുമായിട്ട്, അല്ലെങ്കിൽ അത്തരം ക്ലബ്ബുകൾ, ഓർഗനൈസേഷനുമായിട്ട് ബ്ലഡ് ബാങ്കിന് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, ഒരു ശരിയായ ആശയവിനിമയം ഉണ്ടായിരിക്കണം. ഈ ആശയവിനിമയം ഉണ്ടായിരിക്കണത് എന്തിനാന്ന് വെച്ചാൽ, ബ്ലഡ് ബാങ്കിന് ഏതെങ്കിലും കാരണവശാൽ വല്ല ബ്ലഡിന്റെ ഷോർട്ടേജ് വരുവാണെങ്കിൽ ഇത്തരം ക്ലബ്ബുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, അവർക്ക് ഈസി ആയിട്ട് കിട്ടും. മനസ്സിലായി? അന്വേഷണം എടുക്കേണ്ട ആവശ്യമില്ല. ഇത്തരം ക്ലബ്ബുകളായിട്ട് അത് നടക്കണമെങ്കിൽ എന്ത് വേണം? അവരായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ലൊക്കേഷനിലോട്ട്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ലൊക്കേഷൻ. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്തിന്റെ സ്ഥാനം? ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇന്നിപ്പോ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി അങ്ങനെ എല്ലാ ഹോസ്പിറ്റലുകളും നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. അപ്പൊ എല്ലാം ഈ പറഞ്ഞോളം 7ഉം 8ഉം നിലകളൊക്കെയാണ് ഇന്നത്തെ ഹോസ്പിറ്റലുകൾ എന്നൊക്കെ പറഞ്ഞാൽ, അപ്പൊ എത്ര നിലകൾ ഉണ്ടായിക്കോട്ടെ, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം ആരുടെ സ്ഥാനം എന്ന് പറയുന്നത്? ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം. കാരണം അറിയാലോ, ഒരു ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് ആവശ്യമായിട്ട് വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് അല്ലെ. അപ്പൊ ആ സമയത്ത് നമുക്ക് 3ഉം 4 നിലകളൊന്നും കയറാനൊന്നും ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ത്? ബ്ലഡ് ബാങ്കിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ്, ഈസി വിസിബിലിറ്റി. ഈസി വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് കാണുന്ന സ്ഥലത്തായിരിക്കണം. പെട്ടെന്ന് കാണുന്ന സ്ഥലത്തായിരിക്കണം. ഒരു പക്ഷെ ഹോസ്പിറ്റലിന്റെ കാര്യത്തിന് മാത്രമല്ല, പുറത്തു നിന്നും അതേ ചെയ്യുന്നു. കറക്റ്റ് ആണ്, പെട്ടെന്ന് കാണാൻ സാധിക്കണം. അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കണം എന്ത്? ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. കാരണം ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ബ്ലഡ് ആവശ്യമായിട്ട് വരുമ്പോൾ അവിടെ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ജീവന്റെ കാര്യമാണ് അല്ലെ. അപ്പൊ ആ സമയത്ത് ഓരോ സെക്കൻഡും വരെ വളരെ എന്താ പറയാ, വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് വന്നിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ഈസി വിസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ. ഈ 2 പോയിന്റ്സ് പറഞ്ഞു കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന സ്ഥലത്തായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കൂ. In near proximity with the emergency department, OT complex, hospitals, clinical department. എന്താണ് പറയുന്നത്? In near proximity with the emergency department, OT complex, hospitals, clinical department. Proximity means സമീപം, സാമീപ്യം എന്നൊക്കെയുള്ള അർത്ഥം. സമീപത്തായിരിക്കണം. എന്തിന് സമീപത്തായിരിക്കണം? നിയർ പ്രോക്സിമിറ്റി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഏതാ? കാഷ്വാലിറ്റി. ഓക്കെ. OT കോംപ്ലക്സ്. എന്താണ് OT? OT മീൻസ് ഓപ്പറേഷൻ തിയേറ്റർ. അതേ മക്കളുടെ കറക്റ്റ്, ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ കോംപ്ലക്സ്, അത്തരം കോംപ്ലക്സിന്റെ അടുത്തും നിയർ ആയിരിക്കണം. അതുപോലെ ഹോസ്പിറ്റൽസ്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റൽസ്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? സാധാരണ നമ്മൾ OPD, അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റും അതിനെയൊക്കെ പൊതുവെ പറയുന്നതാണ് ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് നമ്മൾ പറയാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറയാൻ ബെറ്റി. ഏത് ഫസ്റ്റ് പോയിന്റ്? ലൊക്കേഷന്റെ ആണോ? അതൊന്നുമില്ല മോളെ. ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ചിലവർക്ക് തെറ്റാറുണ്ട്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ നമ്മൾ കയറി ചെല്ലുന്ന ഇതുണ്ടല്ലോ, ആ ഫ്ലോറാണ് ഗ്രൗണ്ട് ഫ്ലോർ. ചിലവരത് ഫസ്റ്റ് ഫ്ലോർ എന്നൊക്കെ പറയും. ഫസ്റ്റ് ഫ്ലോർ അല്ല, ഗ്രൗണ്ട് ഫ്ലോർ. നമ്മൾ കയറി ചെല്ലുന്നതല്ലേ അതിന് ഗ്രൗണ്ട് ഫ്ലോർ. അതിന് മുകളിലത്തെയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ. ചിലർ തെറ്റി ഫസ്റ്റ് ഫ്ലോർ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റാറുണ്ടാവില്ല, ഞാൻ പറഞ്ഞു മാത്രം. ഓക്കെ. അപ്പൊ എന്താണ്? നിയർ പ്രോക്സിമിറ്റി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, OT കോംപ്ലക്സ്, ഹോസ്പിറ്റൽസ്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അതായത് ഹോസ്പിറ്റൽസ്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല OPD, അതുപോലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, അവയെല്ലാത്തിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്നതാണ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്.
OPD എന്ന് വെച്ചാൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ്, അതായത് പുറത്തുനിന്ന് വന്ന് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് മരുന്ന് വാങ്ങിച്ചു പോകുന്ന ആൾക്കാരാണ് ഔട്ട് പേഷ്യൻസ്. ഇൻ പേഷ്യന്റ് അത് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ വന്ന് കിടക്കുന്നില്ല, മീൻസ് അഡ്മിറ്റ് ആവുന്നില്ല. IPD മീൻസ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇൻപേഷ്യന്റ് എന്ന് വെച്ചാൽ അവര് ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയിട്ട് ചികിത്സ നേടുന്ന ആളുകളുണ്ട്, അവരെയാണ് നമ്മൾ IPD എന്ന് പറയുന്നത്. പിന്നെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇവരെയൊക്കെ പൊതുവെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പറയാം. അപ്പൊ അത്തരം എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തും OT മീൻസ് ഓപ്പറേഷൻ തിയേറ്റർ അരീന, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിന്റെ അടുത്തും ഓപ്പറേഷൻ തിയേറ്റർ മേജർ സർജറികളൊക്കെ നടത്തുമ്പോൾ ആവശ്യമില്ലേ, ബ്ലഡ് ആവശ്യം വരും അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ അടുത്തായിരിക്കണം. അതുപോലെ ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിരിക്കണം ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത്, ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഇതാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റിലോട്ട് നമ്മൾ പോവാണ്. It will have a distinct entry and exit with wide corridors and waiting space in curtailed traffic congestion. എന്നോട് വായിക്കാം. It will have a distinct entry and exit with wide corridors and waiting space in curtailed traffic congestion. എന്താണ് ഇവിടെ പറയുന്നത്? It will have a distinct entry and exit, അതായത് സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും എവിടേക്ക് ഉണ്ടായിരിക്കണം? ബ്ലഡ് ബാങ്കിലോട്ട് ഉണ്ടായിരിക്കണം. സെപ്പറേറ്റ് എൻട്രിയും വേണം, എക്സിറ്റും വേണം. പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ഒരേ വഴിയിലൂടെ ആകാനായിട്ട് പാടില്ല. രണ്ടിനും സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും വേണം. എന്തിനായിരിക്കും അത്? ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാനായിട്ട്. ഓക്കെ, അപ്പൊ എക്സിറ്റ് വിത്ത് വൈഡ് കോറിഡോഴ്സ്, വിശാലമായ കോറിഡോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് ഇടനാഴി എന്നൊക്കെയാണ് അർത്ഥം. വൈഡ് കോറിഡോഴ്സ്, അതായത് വിശാലമായിട്ടുള്ള കോറിഡോഴ്സും ആൻഡ് വെയിറ്റിംഗ് സ്പേസ്, കാത്തിരിപ്പ് കേന്ദ്രമൊക്കെ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ കർട്ടൈൽ ട്രാഫിക് കൺജഷൻ. കർട്ടൈൽ മീനിങ് നേരത്തെ വന്നൊരു വേർഡാണ് കേട്ടോ. കർട്ടൈല് വെട്ടിച്ചുരുക്കുക, ഓക്കെ, ലഘൂകരിക്കുക. അതായത് ട്രാഫിക് കൺജഷൻ കുറയ്ക്കാനായിട്ട് സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും ഇതിനുണ്ടാവണം. അതേ പേഴ്സൺ പ്രൊഡ്യൂസ് ചെയ്യുക, കറക്റ്റ്. അപ്പൊ അത് കൺജഷൻ കുറയ്ക്കുവാനായിട്ട് അവിടെ സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കണം. വിശാലമാക്കിയ ഇടനാഴികളും വെയിറ്റിംഗ് സ്പേസും എവിടെ ഉണ്ടായിരിക്കണം? ബ്ലഡ് ബാങ്കിന്റെ ഉണ്ടായിരിക്കണം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് ഇരിക്കുന്ന ലൊക്കേഷനിൽ കട്ടയിൽ മീൻ ആമൃത വെട്ടിച്ചുരുക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. റെഡ്യൂസ് ചെയ്യുക കേട്ടോ, ലഘൂകരിക്കുക, വെട്ടിച്ചുരുക്കുക എന്നൊക്കെയാണ് എന്റെ അർത്ഥം കേട്ടോ, കട്ടയിൽ മീനിന്. ഓക്കെ ഓക്കെ, ഇനി നോക്കൂ. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ, ഈ പോയിന്റ് ക്ലിയർ ആയല്ലോ. ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻട്രി എക്സിറ്റ് ഒക്കെ സെപ്പറേറ്റ് വെക്കാനായിട്ട് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി സോ ദാറ്റ് there is no interference the work of the lab technicians. എന്താണ് പറയുന്നത്? It must be spacious though with the minimum public entry. അതായത് അത് വളരെ വിശാലമായിരിക്കണം. അതായത് ബ്ലഡ് ബാങ്ക് ഇരിക്കുന്ന ആ ലൊക്കേഷൻ, അത് ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ്, അത് വിശാലമായിരിക്കണം. വിശാലമായിരുന്നാലും ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. പക്ഷെ എന്നിരുന്നാലും എന്താണ്? പബ്ലിക് എൻട്രി കുറവാകാനേ പാടുള്ളൂ. നല്ല വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലം. എന്നാ പിന്നെ അങ്ങോട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് അവിടെ തിങ്ങിക്കൂടി നിന്നാലൊന്നും വിചാരിക്കേണ്ട. വളരെ വിശാലമായതാണെന്ന് കരുതി അവിടെ തിങ്ങിക്കൂടാനോ ആളുകൾ ഒരുപാട് എന്താ പറയാ കടന്നു കയറാനോ ഇടവരരുത്. അതാണ് പറയുന്നത് ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. ചെറിയ പബ്ലിക് എൻട്രി കുറവായിരിക്കണം. എന്തുകൊണ്ടാണ്? സോ ദാറ്റ് ദർ ഈസ് നോ ഇന്റർഫറൻസ് ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻ. അപ്പൊ എന്താണ്? ലാബ് ടെക്നീഷ്യൻസിന് അവരുടെ വർക്കുകളെ ഇന്റർഫിയർ ചെയ്യാനായിട്ട് പാടില്ല, തടസ്സപ്പെടുത്താനായിട്ട് പാടില്ല. മനസ്സിലായോ? നമുക്കറിയാം ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്ന ടെസ്റ്റുകളും അവിടുത്തെ ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ കോൺസെൻട്രേഷനോടും വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ നടത്തുന്നത് അല്ലെ. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അവിടേക്ക് ആളുകൾ ഒരുപാട് കടന്നു കയറിച്ചില്ല, അല്ലെങ്കിൽ അവരുടെ ബഹളം, അവരുടെ സൗണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ വർക്കിനെ അവർക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അവരുടെ വർക്കിനത് ഇന്റർഫിയർ ചെയ്ത് തടസ്സപ്പെടുത്തും. അപ്പൊ അങ്ങനെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അവിടെ പബ്ലിക് എൻട്രി മിനിമം ആയിരിക്കണം. പക്ഷെ അതെന്തായിരിക്കണം? സ്പേഷ്യസ് ആയിരിക്കണം. എന്ന് പറയുന്ന ഒരു സൈലന്റ് അറ്റ്മോസ്ഫിയർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അവരുടെ ജോലികൾ. അതാണ് സോ ദാറ്റ് ദർ ഈസ് നോ ഇന്റർഫറൻസ്, തടസ്സപ്പെടുത്താനായിട്ട് പാടില്ല, അല്ലെങ്കിൽ തടസ്സപ്പെടില്ല ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻ. ഇങ്ങനെ സ്പേഷ്യസും പബ്ലിക് എൻട്രി കുറവാണെങ്കിൽ ഒരു സൈലന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജോലിയിൽ തടസ്സം വരില്ല. ഓക്കെ, പ്രോപ്പർ ആയിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം അത്രയും വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞത് സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ ആണല്ലേ? ശരി, ലാസ്റ്റ് പറഞ്ഞ 2 പോയിന്റ്സ് ഒന്നുകൂടി പറയാമോ? ആരതി, ഏത് പോയിന്റ് നമ്മള്?
ലാസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? ഇറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ് വിത്ത് വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ഇൻ കർട്ടൈൽ ട്രാഫിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവയ്ക്ക്, അതായത് ബ്ലഡ് ബാങ്കിലോട്ട് സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും ഉണ്ടാവണം. സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും ഉണ്ടാവണം. പ്രോക്സിമിറ്റി മീൻസ് സാമീപ്യം കേട്ടോ. അവരെ ചോദിച്ചിരുന്നു പ്രോക്സിമിറ്റിയുടെ മീനിങ് സാമീപ്യം, അടുത്തായിരിക്കണം എന്ന്. കാഷ്വാലിറ്റിയുടെയും ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ അടുത്തായിരിക്കണം ആരുടെ സ്ഥാനം? ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം. അതാണ് പ്രോക്സിമിറ്റി കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് മുഴുവനാക്കിയില്ല. ഇറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ് വിത്ത് വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ഇൻ കർട്ടൈൽ ട്രാഫിക് കണ്ടീഷൻ. അതായത് ബ്ലഡ് ബാങ്കിലൊക്കെ, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിന് എന്ത് വേണം? സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും വേണം. ഓക്കെ. അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ഇടനാടുകളും വെയിറ്റിംഗ് സ്പേസ് ഉണ്ടാവും. നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ട്? ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാനായിട്ടാണ്. കാരണം അറിയാലോ, ഒരു ഹോസ്പിറ്റലിലേക്ക് എന്തെല്ലാം വാഹനങ്ങൾ വരുന്നുണ്ട്. ആംബുലൻസ് വരുന്നുണ്ട്, മറ്റൊരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്. ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെയാണ് അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് എൻട്രി എക്സിറ്റ് ഒരേ സ്ഥലത്ത് കൂടെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് ഒക്കെ വെക്കുന്നത്. വിശാലമായിട്ടുള്ള കോറിഡോർസും വെയിറ്റിംഗ് സ്പേസും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഉണ്ടാവണം. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ പോയിന്റും കൂടെ പറയാൻ പറഞ്ഞു. അത് ഇതാണ്: ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. വളരെ വിശാലമായിരിക്കണം ആ ഒരു ഏരിയ. ഓക്കെ എന്ന് കരുതിയിട്ട്, പക്ഷെ ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി കുറവാണെന്ന്. അതായത് ആളുകൾ കടന്നു കയറുന്നത് കുറവാണ്, മിനിമായിരിക്കണം. വിശാലമാണെന്ന് കരുതി തിങ്ങിക്കൂടി കയറരുതെന്ന്. ഓക്കെ, സോ ദാറ്റ് ദർ ഇസ് നോ ഇന്റർഫിയറൻസ് ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻ. അവിടെ വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻസിന്റെ വർക്കിനെ അപ്പൊ അത് ഇന്റർഫിയർ ചെയ്യില്ല. വിശാലമായിരിക്കാണ്, മിനിമം പബ്ലിക് എൻട്രി ആണ് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ വർക്ക് അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതേസമയം ആളുകൾ തിങ്ങിക്കൂടി കയറുകയാണെങ്കിൽ ഇതൊന്നും അവർക്ക് നടക്കില്ല. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുടെ വർക്കില് വരും. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ ആയില്ലേ? രമ്യാമോളാണ് നമ്മളല്ലേ ചോദിച്ചത് ലാസ്റ്റ് പോയിന്റ് ഒക്കെ ചോദിച്ചത്. ഓക്കെ, അത്രേ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നില്ല. ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോകാം കേട്ടോ. അടുത്ത പോർഷൻ ആണിത് ഓർഗാനോഗ്രാം. എന്താണ്? ഓർഗാനോഗ്രാം കേട്ടോ. ഓർഗാനോഗ്രാം എടുത്ത് വെക്കാം. എല്ലാവരും നോട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓർഗാനോഗ്രാം. എന്താണ് ഓർഗാനോഗ്രാം? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കറക്റ്റ് ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് കേൾക്കുക കേട്ടോ. അതായത് ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് എ ഡയഗ്രമാറ്റിക്കൽ ഓർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നാണ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഘടനയെ അതിനൊരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ, ആ ഒരു ഘടനയെ നമ്മൾ ഗ്രാഫിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് ആയിട്ടോ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. അതായത് ഒരു ഓർഗനൈസേഷന്റെ, അത് എന്ത് ഓർഗനൈസേഷൻ വേണമെങ്കിലും, ഹോസ്പിറ്റലാവാം, സ്കൂളാവാം, അങ്ങനെ എന്ത് ഓർഗനൈസേഷൻ എന്തുണ്ട്? ഓർഗാനോഗ്രാം ഉണ്ട്. അവർക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. ഇപ്പൊ സ്കൂളിന് അതിൻ്റെതായ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഞാൻ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിച്ചത് കെട്ടിടത്തിന്റെ ഷേപ്പ് അല്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഘടനയുണ്ട്. അത് ഞാൻ പറയാം എന്താണെന്നുള്ളത്. അപ്പം ആ ഒരു ഘടനയെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് എഴുതി പറഞ്ഞുതരാം കേട്ടോ. കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതിനെയാണ് നമ്മൾ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ അവിടെ ആ ഘടനയെ ചിത്രീകരിക്കുന്നത് അറിയാമോ? ഒരു ഹൈറാർക്കിയൽ ഓർഡറിലായിരിക്കും. ദാറ്റ് മീൻസ് ഹൈറാർക്കി എന്ന് വെച്ചാൽ എന്താ? ശ്രേണീപരമായിട്ടുള്ള രീതിയിലായിരിക്കും. അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന മീൻസ് ആ ഓർഗനൈസേഷനിലെ ഡിപ്പാർട്ട്മെന്റുകളുടെ ആ ഒരു തലങ്ങൾ അനുസരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോബ് പൊസിഷനെ ബേസ് ചെയ്തിട്ടോ അങ്ങനെ അതിനെ ഒരു ശ്രേണീപരമായ രീതിയിൽ നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ചിലപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മളൊരു പ്രൈമറി സ്കൂൾ വിചാരിക്കുക. സാധാരണ ഒരു പ്രൈമറി സ്കൂൾ, ആ ഒരു പ്രൈമറി സ്കൂൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും ഉയർന്ന പൊസിഷൻ, ഉയർന്ന തലത്തിൽ ഇരിക്കുന്നത് ആരായിരിക്കും? ഹെഡ് മാസ്റ്റർ ആയിരിക്കും അല്ലെ? ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ്. അദ്ദേഹത്തിന്റെ കീഴിൽ ആരായിരിക്കും വരിക? ക്ലാസ് ടീച്ചേഴ്സ് വരും അല്ലെ? ക്ലാസ് ടീച്ചേഴ്സിന്റെ അടിയിൽ ആര് വരും? സ്റ്റുഡൻസ് വരും അല്ലെ? കുട്ടികളല്ലേ വരാം. ഈ കുട്ടികൾക്ക് ഒരു ഇഷ്യൂ വന്ന കുട്ടികൾ ആരോടാ പറയാ? റിപ്പോർട്ട് ചെയ്യാം? അവരുടെ ക്ലാസ് ടീച്ചേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യും. ക്ലാസ് ടീച്ചേഴ്സ് ആരോട് റിപ്പോർട്ട് ചെയ്യും? ഹെഡ് മാസ്റ്ററിനോട് റിപ്പോർട്ട് ചെയ്യും. കണ്ടോ? അപ്പൊ അവിടെ എന്താണ്? ഓരോ തലങ്ങൾ അനുസരിച്ച് അവരുടെ ജോബ് പൊസിഷൻ അനുസരിച്ച് നമ്മൾ എന്താണ് ശ്രേണീപരമായ രീതിയിൽ, അതായത് ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ആള്
അതിന് തൊട്ട് താഴെ ഇരിക്കുന്ന ആള്, അതിന്റെ തൊട്ട് താഴെ, അതിന്റെ തൊട്ട് താഴെ, അങ്ങനെ തന്നെ നമ്മളൊരു ശ്രേണീപരമായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ ആ ഒരു സ്ട്രക്ചറിന് നമ്മൾ ഡെപിക്ട് ചെയ്യാണ്. ക്ലിയർ ആയോ? ഈ സ്കൂളിന്റെ കാര്യം ഇട്ടേക്കോട്ടോ. അത് ഇംഗ്ലീഷ് ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാമോ? പറഞ്ഞു തരാം കേട്ടോ പൂജ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാം. മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്. പറഞ്ഞു തരാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു തലങ്ങള്, അപ്പൊ അവിടെ എന്താ ഒരു ജോബ് പൊസിഷൻ വെച്ചിട്ടാണ് അല്ലെ നമ്മൾ പറയാം. ഏറ്റവും ഉയർന്ന തലത്തിൽ ഹെഡ് മാസ്റ്റർ, അതിന്റെ ജോബ് പൊസിഷൻ കുറച്ച് ഹൈ ആണ്. അതിന് തൊട്ട് താഴെ ക്ലാസ് ടീച്ചേഴ്സ്, അദ്ദേഹത്തിന്റെ അത്ര ഉയർന്ന തലം അതിന്റെ ഒരു മീഡിയം ലെവലിൽ വരുന്നു. ഓക്കെ, തൊട്ട് താഴെ അതിന്റെ താഴെ എന്താ പറയുക സ്റ്റുഡൻസ് വരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ശ്രേണീപരമായിട്ടുള്ള ഘടനയാണ് നമ്മൾ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എഴുതി വെച്ചോളൂ, എന്താണ് ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം. അങ്ങനെ ഏത് ഓർഗനൈസേഷനും എന്തുണ്ടാവും? ഓർഗാനോഗ്രാം ഉണ്ടായിരിക്കും കേട്ടോ. സ്കൂളിൽ ഉണ്ടാവും, ഹോസ്പിറ്റലിൽ. നമ്മൾക്ക് ഇപ്പൊ പഠിക്കുന്നത് ഹോസ്പിറ്റലിന്റെ കേസാണ്. സോ ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഞാൻ പറയാൻ പോലെ പൂജ എഴുതിക്കോ, എല്ലാവരും എഴുതിക്കോ. ഞാൻ നിങ്ങളുടെ ഡെഫിനിഷൻ ചോദിച്ചായിരുന്നു, എഴുതി വെച്ചോളൂ. ഞാൻ പതുക്കെ പറയുള്ളൂ, ശ്രദ്ധിക്കാം കേട്ടോ. എ ഹോസ്പിറ്റൽ, അതെ 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 സീജ, ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ, അതെ എഴുതി വെച്ചു, ജസ്റ്റ് എഴുതി വെച്ചു കേട്ടോ. എന്താണ് ഒരു ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം? എഴുതി വെച്ചോളൂ. എ ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം, എ ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം visually represents the hierarchical structure, the hierarchical structure. ഹൈറാർക്കിയലിന്റെ സ്പെല്ലിംഗ് പറയാം. HIERAR CHICAL. കിട്ടിയോ? HIERARC. അമൃത കൊണ്ട് പറയാം. ഹൈറാർക്കിയലിന്റെ സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞത്. എ ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം visually represents the hierarchical 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 structure and reporting relationships within a hospital. ഒന്നുകൂടെ വായിക്കാം. A hospital organogram visually represents the hierarchical structure and reporting relationships within a hospital. എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റൽ ഓർഗനോഗ്രാം എന്താണ് തരുന്നത് നമുക്ക്? വിഷ്വൽ റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. വിഷ്വലി റെപ്രസെന്റ് ദ ഹൈറാർക്കിയൽ സ്ട്രക്ചർ. അമൃത കൃഷ്ണ ഒന്നുകൂടെ പറയണോ? ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം വിഷ്വലി റെപ്രസെന്റ്സ് ദ ഹൈറാർക്കിയൽ സ്ട്രക്ചർ ആൻഡ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ് within a hospital. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ സ്ട്രക്ചറിനെ, അതിന്റെ ഘടനയെ ശ്രേണിപരമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു? റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉയർന്ന തലത്തിൽ ഒരാൾ നിൽക്കുന്നു, അതിന്റെ തൊട്ട് താഴെ വേറൊരാൾ നിൽക്കുന്നു. അപ്പൊ ഈ തൊട്ട് താഴെ നിൽക്കുന്ന ആള് ആരോടാണ് റിപ്പോർട്ട് ചെയ്യുക? അദ്ദേഹത്തിന്റെ ഉയർന്ന പൊസിഷനിലുള്ള ആളുടെ അടുത്താണ് റിപ്പോർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഒരു ഹെഡ് മാസ്റ്റർ, അതിന്റെ തൊട്ട് താഴെ ക്ലാസ് ടീച്ചേഴ്സ്, അതിന്റെ താഴെ സ്റ്റുഡൻസ് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ആരോട് റിപ്പോർട്ട് ചെയ്യും? അവരുടെ മുകളിലുള്ള ആളാണ് ക്ലാസ് ടീച്ചർ. ഓക്കെ, ക്ലാസ് ടീച്ചർ ആരോട് റിപ്പോർട്ട് ചെയ്യും? ഹെഡ് മാസ്റ്ററിനോട് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ്, ഓക്കെ, അതിനെ നമ്മൾ ശ്രേണിപരമായിട്ടുള്ള രീതിയിൽ ഡെപിക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗാനോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഓർഗാനോഗ്രാമിലേക്ക് പോകാം. ശ്രദ്ധിക്കാം കേട്ടോ. നോട്ട് ഒന്ന് നോക്കിയേ. അവിടുത്തെ ആദ്യത്തെ ഹൈറാർക്കിയൽ മീൻസ് ശ്രേണിപരമായ. ഹൈറാർക്കിയൽ മീൻസ് ശ്രേണിപരമായത് കേട്ടോ. ശ്രേണിപരമായത്, ഹൈറാർക്കിയൽ ഓർഡർ എന്നൊക്കെ പറഞ്ഞാൽ ശ്രേണിപരമായിട്ടുള്ള രീതിയിൽ. അങ്ങനെ ഒരു ഹൈറാർക്കിയൽ ഓർഡറിലാണ് നിങ്ങളുടെ ഓർഗാനോഗ്രാമിൽ കാണാൻ നിങ്ങൾക്ക് പറ്റും. ബോക്സിലൊക്കെ കണ്ടില്ലേ? അപ്പൊ അതിനകത്ത് നോക്കിയേ, ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ആരാ നിൽക്കുന്നത് നോക്കിയേ? മെഡിക്കൽ ഡയറക്ടർ. ആരാണ്? മെഡിക്കൽ ഡയറക്ടർ. കിട്ടിയോ? മെഡിക്കൽ ഡയറക്ടർ കേട്ടോ. അതിലെന്താണെന്നോ അതൊന്നും നമുക്ക് ഡെപ്തിലേക്ക് പോകണ്ട, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ മതി കേട്ടോ. മെഡിക്കൽ ഡയറക്ടർ എന്ന് പറഞ്ഞ സാധാരണ ഒരു ഫിസിഷ്യൻ ആണ്.
അദ്ദേഹം ഹോസ്പിറ്റലിൽ ഈ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഗൈഡ് ചെയ്യുന്ന ആളാണ് കേട്ടോ. അതെന്താണെന്നൊന്നും മനസ്സിലാക്കണ്ട. ഇതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒന്ന്, ഇതിന്റെ കറക്റ്റ് ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതുപോലെ ആരുടെ കീഴിലാണ് വരുന്നത് അതറിയണം. ഇപ്പൊ മെഡിക്കൽ ഡയറക്ടറിന്റെ താഴെ HOD ആണ് വരുന്നതെന്നും HODയുടെ താഴെ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ് വരുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആയി? തിരിച്ചു വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഞാൻ ലാസ്റ്റ് പറയാം, ഒന്നുകൂടെ പറയാം. മെഡിക്കൽ ഡയറക്ടർ കേട്ടോ, ആദ്യത്തെ ഉയർന്ന പൊസിഷനിൽ ആരാണ് ഇരിക്കുന്നത്? മെഡിക്കൽ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ കീഴിൽ ആരാണ് നോക്കി താഴെ ഏറെ പോകുന്നുണ്ടോ? താഴെ തലത്തിൽ ആരാണ്? അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ആരാണ് നിൽക്കുന്നത്? HOD ആരാണ്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ആരാണ്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഫുൾ ഫോം ഒക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴെ ആരാണ് വരുന്നത്? അദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷന്റെ താഴെ വരുന്ന ആളാരാണ്? ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ആരാണ്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ്. ക്ലിയർ ആയോ? അപ്പൊ ഏറ്റവും പൊസിഷനിൽ മെഡിക്കൽ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ആരാ വരുന്നത്? ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇനി ശ്രദ്ധിക്കാം, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ താഴെയായിട്ട് 3 പേരാണ് വരുന്നത്. ഒരേ തലത്തിൽ വരുന്ന, ഒരേ പൊസിഷനിൽ വരുന്ന 3 പേരുണ്ട്. ആരൊക്കെയാണ് ആ 3 പേര്? ഒന്ന്, ആ ഏരോ നോക്കൂ കേട്ടോ. ഏരോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഒരു ഏരോ ലെഫ്റ്റിലോട്ട് പോകുന്നുണ്ട്, ഒരെണ്ണം സെൻട്രലിലോട്ടും റൈറ്റിലോട്ടും പോകുന്നുണ്ട്. അപ്പൊ ഒരേ തലത്തിൽ അദ്ദേഹത്തിന്റെ അണ്ടറില്, ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ അണ്ടറില് ഒരേ തലത്തിൽ 3 പേരാണ് വരുന്നത്. ലെഫ്റ്റില് ഒരാളാണ് BTO. ആരാണ്? BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സെൻട്രലിൽ ആരാ വരുന്നത്? ക്വാളിറ്റി മാനേജർ. ക്വാളിറ്റി മാനേജർ. പിന്നെ ആരാ വരുന്നത്? അതേ തലത്തിൽ ഇപ്പുറത്തെ സൈഡിൽ ആരാ വരുന്നത്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ആരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. അപ്പൊ നമ്മള് ഫസ്റ്റ് മെഡിക്കൽ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ആരായിരുന്നു? HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ അണ്ടറിലായിട്ട് 3 പേരായിട്ട്, 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. മീൻസ് 3 പേരാണ് ഒരേ ലെവലിൽ വരുന്നത്. ഒന്ന് BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, പിന്നെ ക്വാളിറ്റി മാനേജർ, അതുപോലെ തന്നെ ടെക്നിക്കൽ സൂപ്പർവൈസർ. ഇനി ക്വാളിറ്റി മാനേജറിന്റെ അണ്ടറിൽ ആരും വരുന്നില്ല, അതോടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി BTOന്റെ അണ്ടറിൽ ആരാ വരുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. BTOന്റെ ഫുൾ ഫോം പഠിക്കണം കേട്ടോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ ആണ്. അദ്ദേഹത്തിന്റെ അണ്ടറിൽ ആരാ വരുന്നത്? ടെക്നീഷ്യൻ. ടെക്നീഷ്യന്റെ അണ്ടറിൽ ആരാ വരുന്നത്? താഴെ ആരാ വരുന്നത്? അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ക്ലിയർ? അപ്പൊ ആ ഒരു ഭാഗം ക്ലിയർ ആയി. റൈറ്റിലേക്ക് വന്നേ. അവിടെ ആരാ വരുന്നത്? ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ അണ്ടറിൽ ആരൊക്കെ വരുന്നത്? ക്ലർക്ക് വരുന്നുണ്ട്, നഴ്സസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ PRO വരുന്നുണ്ട്. ആരൊക്കെയാണ്? ക്ലർക്ക് വരുന്നുണ്ട്, നഴ്സസ് വരുന്നുണ്ട്, PRO വരുന്നുണ്ട്. PROന്റെ ഫുൾ ഫോം മനസ്സിലാക്കി വെക്കുന്നു കേട്ടോ. പബ്ലിക് റിലേഷൻ ഓഫീസർ. ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ. അപ്പൊ 3 ഫുൾ ഫോംസ് അതേക്കുറിച്ച് കറക്റ്റ്. പബ്ലിക് റിലേഷൻ ഓഫീസർ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് അഡ്മിഷൻ ഒക്കെ എടുക്കില്ലേ? ആ സമയത്തൊക്കെ നമുക്ക് ചിലപ്പോ ഇൻഷുറൻസിന്റെ പേപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്തൊക്കെ പോയി നമുക്ക് പോണ്ടി വരും. നമുക്ക് PRO പബ്ലിക് റിലേഷൻ ഓഫീസർ കണ്ടിട്ടുണ്ട്, അറിയാലോ. അപ്പൊ ഈ ക്ലർക്ക്, നഴ്സസ്, PRO ഒക്കെ വരുന്നത് ആരുടെ അണ്ടറിലാണെന്നാ പറഞ്ഞത്? ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ അണ്ടറിലാണ്. അപ്പൊ നോക്കിയേ, ഇതൊരു ശ്രേണീപരമായിട്ടുള്ള രീതിയിലല്ലേ നമ്മൾ ഇതിന്റെ ഘടനയെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നോക്കി, ഏറ്റവും ഫസ്റ്റ് ആരായിരുന്നു? ഏറ്റവും മെഡിക്കൽ ഡയറക്ടർ. ഓക്കെ, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ആരാ വരുന്നത്? HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹത്തിന്റെ അണ്ടറിൽ ആരാ വരുന്നത്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ അണ്ടറിൽ ഒരേ ലെവലിന് 3 പേര് വരുന്നുണ്ട്. ഓക്കെ, ആരൊക്കെയായിരുന്നു അത്? ഒന്ന് BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, പിന്നെ ആരാണ്? ക്വാളിറ്റി മാനേജർ, ലാസ്റ്റ് ഇപ്പോഴത്തെ സൈഡിൽ ആരാ? ടെക്നിക്കൽ സൂപ്പർവൈസർ. ഇവര് 3 ഒരേ പൊസിഷനിൽ വരുന്ന ആൾക്കാരാണ്. അതിനകത്ത് ക്വാളിറ്റി മാനേജറിന്റെ അണ്ടറിൽ പിന്നെ ആരും വരുന്നില്ല, അവിടെ സ്റ്റോപ്പ് ആണ്. പിന്നെ BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസറിന്റെ അണ്ടറിൽ ടെക്നീഷ്യൻ വരുന്നു. ടെക്നീഷ്യന്റെ തൊട്ട് താഴത്തെ തലത്തില് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വരുന്നു. ഇനി ഇപ്പോഴത്തെ സൈഡിലോട്ട് വരുന്നത് ടെക്നിക്കൽ സൂപ്പർവൈസർ. അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് ആര് വരുന്നത്? ക്ലർക്ക്, നഴ്സ്, PRO. തിരിച്ചും ചോദിക്കാം. ഇതിന് നിങ്ങൾക്ക് വരാവുന്ന എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിന്റെ ഓർഡർ തെറ്റിച്ചു തരും. മനസ്സിലാവും? ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി തരും. ഒരു കറക്റ്റ് ഏത് ഓർഡർ ആണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതിന് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്താ സാധ്യത? ഒരാളുടെ അണ്ടറിൽ ആരാ വരുന്നത്? ഞാൻ പറയാണ്, ക്ലർക്ക്, നഴ്സസ്, PROs ആരുടെ അണ്ടറിലാണ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ അണ്ടറിലാണ് വരുന്നതെന്ന് പറയുന്നത് അല്ലെ? അവരുടെ അണ്ടറിലല്ലേ ക്ലർക്കും, നഴ്സും, PROs ഒക്കെ വരുന്നത്. ഇനി വേണമെങ്കിൽ ഇങ്ങനെ തിരിച്ചും ചോദിക്കാം.
ക്ലർക്കും നഴ്സസും PR ഒക്കെ ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? അവരാരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? അവരുടെ ഉയർന്ന തലത്തിലുള്ള ആൾക്കാർക്കല്ലേ അവർ റിപ്പോർട്ട് ചെയ്യാം. അതാരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. അതെ, ടെക്നിക്കലിന്റെ അണ്ടർ. ടെക്നിക്കൽ എന്താണ്? റെയ്ഹാൻ ക്ലിയർ ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ടാണ്. ഓക്കെ, PR ഫുൾ ഫോം പറയുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസർ കേട്ടോ. പബ്ലിക് റിലേഷൻ ഓഫീസർ, പബ്ലിക് റിലേഷൻ ഓഫീസർ. അപ്പൊ 3 കിട്ടിയില്ലേ? ഓക്കെ, പബ്ലിക് റിലേഷൻ ഓഫീസർ. അപ്പൊ 3 ഫുൾ ഫോംസ് അതിനകത്ത് പോകുന്നുണ്ട് കേട്ടോ. HOD അറിയാലോ, ഹെഡ് ഓഫ്. കുറെ പേർക്ക് അറിയുന്നതായിരിക്കും, ചിലവർക്കാണ് അറിയാത്തത് കേട്ടോ. അപ്പൊ അറിയാത്തവര് നോട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. HOD എന്നൊക്കെ പറഞ്ഞ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. BTO മീൻസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. ഓക്കെ, PRO എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസർ. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, ഇനി ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളും. PRO എന്ന് കാണാൻ പറ്റും, പബ്ലിക് റിലേഷൻ ഓഫീസർ ആണെന്ന്. അപ്പൊ ഞങ്ങളൊന്ന് പഠിച്ചിട്ടുണ്ട്, പബ്ലിക് റിലേഷൻ ഓഫീസർ. അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. ചില ടേംസ് ഒക്കെ ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക. ക്ലിയർ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ നമ്മള് ഇപ്പൊ ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം ഈ ഒരു 10 മിനിറ്റ്സ് നമുക്ക് ബാലൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു 10 മിനിറ്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഹൈറാർക്കിയൽ മീനിങ് ഒന്ന് പറയാമോ അക്ഷര? ഹൈറാർക്കിയൽ എന്ന് പറഞ്ഞാൽ ശ്രേണിപരമായിട്ടുള്ളത് കേട്ടോ. ശ്രേണിപരമായ, ശ്രേണിപരമായ. അപ്പോ ഇനിയിപ്പോ നമ്മള് കൂടുതൽ പഠിക്കുന്നില്ല. ഇന്നത്തെ ക്ലാസ് നമ്മള് ഏകദേശം ഫിനിഷ് ചെയ്യാൻ പോവാണ്. വീക്കിലി എക്സാം ഉണ്ടാകുമോ? പൂജ, വീക്കിലി അല്ല, ഡെയിലി ഉണ്ടാവും കേട്ടോ മോക്ക് ടെസ്റ്റുകൾ. നമ്മൾ എടുത്ത പോർഷൻസിനോട് അനുബന്ധിച്ചുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇട്ട് തരുന്നതായിരിക്കും. നിങ്ങൾ പഠിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും കേട്ടോ. വീക്കിലി അല്ല, ഡെയിലി വരും. മെഡിക്കൽ ഡയറക്ടർ ആരാണെന്ന് അല്ലെ? മെഡിക്കൽ ഡയറക്ടർ ആരാണെന്നുള്ളത് ഡെപ്തിലേക്കൊന്നും പഠിക്കണ്ട. പക്ഷെ മെഡിക്കൽ ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു ഫിസിഷ്യൻ തന്നെയാണ്. അദ്ദേഹം നമ്മുടെ ഹോസ്പിറ്റലിൽ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യില്ലേ, അതിനെ സംബന്ധിച്ചുള്ള ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന ആളാണ് ശരിക്കും മെഡിക്കൽ ഡയറക്ടർ. ഇതിൽ ഓരോ ആളുകളും എന്താണെന്നോ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് അത്ര ഡെപ്തിലേക്ക് നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ഒരു ജനറൽ ഐഡിയ, അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇതിൽ കൂടുതൽ ഡെപ്തിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ നല്ലത്. കൂടുതൽ വരുന്നത്. ഇന്നലത്തെ ക്ലാസ് മോക്ക് ടെസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ബ്ലഡ് കമ്പാറ്റബിലിറ്റി മീനിങ്. ബ്ലഡ് കമ്പാറ്റബിലിറ്റി മീൻസ് രക്താനുയോജ്യത കേട്ടോ, രക്താനുയോജ്യത. ഓക്കെ, അപ്പൊ ഞാന് ഒന്നും കൂടെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇന്നിപ്പോ നമ്മൾ ഇത്രേ എടുക്കുന്നുള്ളൂ. നിങ്ങൾ ഒരുപാട് എടുത്ത് നിങ്ങൾക്ക് എന്താ പറയാ തല പുകയ്ക്കണ്ട. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് ഒന്നും കൂടെ, ഇന്നലത്തെ മോക്ക് ടെസ്റ്റ് കണ്ടില്ല, നോക്കണം കേട്ടോ. ഞാൻ ഓഫീസിൽ പറയാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ചുരുക്കി പറയാമോന്ന് പറഞ്ഞു തരാം കേട്ടോ സുദിന. അപ്പൊ നോക്കൂ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ട് ഓർഗാനോഗ്രാം ഡെഫിനിഷൻ മുതൽ റേഞ്ച് പോയി എനിക്ക് ക്ലാസ് മിസ്സാണ് ഇന്ന്. ഓക്കെ, ഓർഗാനോഗ്രാമിന്റെ അല്ലെ? ഓർഗാനോഗ്രാം ഡെഫിനിഷൻ കിട്ടിയില്ല. ഡെഫിനിഷൻ ഒന്നും ചോദിക്കില്ല, എന്നിട്ട് മനസ്സിലാക്കി വെച്ചോട്ടോ. അങ്ങനെ എഴുതിയെടുത്തോ. ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം, a hospital organogram visually represents the hierarchical structure and reporting relationships within a hospital. അതായത് ഒരു ഹോസ്പിറ്റലിലുള്ള എന്താണ് അവരുടെ ഘടനയെ, ഹോസ്പിറ്റലിന്റെ ഘടനയെ അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ് അല്ലെ, ആർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യണം, ഒരു തലങ്ങളായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നതിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഒന്നും കൂടെ വായിക്കാം. എ ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം വിഷ്വലി വിത്തിൻ എ ഹോസ്പിറ്റൽ. അതെ, വിത്തിൻ എ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിനകത്ത്. എ ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം വിഷ്വലി റെപ്രസെന്റ്സ് ദ ഹൈറാർക്കിയൽ സ്ട്രക്ചർ ആൻഡ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ് വിത്തിൻ എ ഹോസ്പിറ്റൽ. നോട്ട് സെൻഡ് ചെയ്യില്ല, നമ്മൾ നോട്ട് സെൻഡ് ചെയ്യില്ല കേട്ടോ. നമ്മൾ വലിയ നോട്ടുകളൊന്നും ഇവിടെ നമ്മൾ എന്താ പറയാ കൊടുക്കുന്നില്ല. ഓൾറെഡി നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ എക്സ്ട്രാ പറയുന്നുള്ളൂ. ഓക്കെ, ചില വേർഡിന്റെ മീനിങ് ആവാം,
അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നത്. അതിന്റെ വലിയ നോട്ടുകളൊന്നും നമ്മൾ ഇനി ക്ലാസ്സിൽ കൊടുക്കില്ല. ഓൾറെഡി ഷോർട്ട് നോട്ടായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റ് കണ്ടില്ല, ഞാൻ ഓഫീസിൽ പറയാം കേട്ടോ. ഓഫീസിൽ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, നിങ്ങൾ തുടക്കമായതുകൊണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ആരും എന്നോട് ഇൻട്രൊഡക്ഷൻ ഒന്ന് ചുരുക്കി പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ മൊത്തത്തിൽ ഇന്ന് എടുത്ത ക്ലാസ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാണ്. ഇന്ന് നമ്മൾ ബ്ലഡ് ബാങ്കിനെ കുറിച്ചാണ് തുടങ്ങി വെച്ചത്. അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ എന്ന് പറയുന്നത് ജൂൺ 14 ഫംഗ്ഷൻസ് ഒന്നുകൂടി പറയാമോ? അതായത് മോളെ റെക്കോർഡഡ് ക്ലാസ് ഇനി കാണണം കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ടൈം ഏകദേശം തീരാറായി. അപ്പം എനിക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയണം. മോക്ക് ടെസ്റ്റ് എന്താണ് മിസ് ചെയ്യുന്നത്? നിങ്ങൾ പഠിച്ച പോർഷനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇട്ടിട്ടില്ല. അതാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ കാണാൻ പറ്റാത്തവര് റെക്കോർഡഡ് ക്ലാസ് വരും. ആ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണുന്നു കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറയട്ടെ. റെക്കോർഡഡ് ക്ലാസ് കിട്ടും. നാളെ ഒക്കെ ആകുമ്പോഴേക്കും വരും തോന്നുന്നു. ഓക്കെ, റിവിഷൻ അല്ല പൊസിഷനിലാണ്. BTO ടെക്നിക്കൽ. അതെ. ഓക്കെ, അതായത് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. അതായത് നമ്മൾ ബ്ലഡ് ബാങ്ക് എന്താണെന്ന് മനസ്സിലാക്കി. വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ നോട്ട് ചെയ്ത് വെക്കണം, ജൂൺ 14. അതുപോലെ നാഷണൽ ബ്ലഡ് ഡൊണേഷൻ ഡേ എന്ന് പറയുന്നത് ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ബ്ലഡ് ബാങ്കിന്റെ പിതാവ് അല്ലെ, ഫാദർ ഓഫ് ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കി ബ്ലഡ് ബാങ്കിനകത്ത് എന്താണ് ബ്ലഡ് ബാങ്ക് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് ഒരു ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിക്ക് അകത്ത് അതിന്റെ ഭാഗമായിട്ട് ഒരു ഹോസ്പിറ്റലിലുള്ള ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ബ്ലഡ് ബാങ്കിനകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്? ബ്ലഡ് കളക്ഷൻ നടക്കുന്നു, അതുപോലെ പ്രോസസ്സിംഗ് നടക്കുന്നു, പിന്നെ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്, പിന്നെ സെപ്പറേഷൻ നടക്കുന്നുണ്ട്, സ്റ്റോറേജ് ഒക്കെ നടക്കുന്ന ഒരു കേന്ദ്രമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഒരു ആവറേജ് മനുഷ്യന്റെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്ററോളം ബ്ലഡ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ അതിന്റെ ഫംഗ്ഷൻസ് നമ്മളൊരു 7 ഫംഗ്ഷൻസ് നമ്മളൊന്ന് പറഞ്ഞിരുന്നു. അതായത് സ്വിഫ്റ്റ് റെസ്പോൺസ്, പെട്ടെന്നുള്ള പ്രതികരണം, അതുപോലെ തന്നെ വാലിഡേറ്റ് ദ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ ആൻഡ് റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. അതുപോലെ ഓരോ രോഗിയുടെയും ക്ലിനിക്കൽ കണ്ടീഷൻസ് അനുസൃതമായിട്ട് ബ്ലഡ് കമ്പോണൻസ് ചൂസ് ചെയ്തവർക്ക് കൊടുക്കണം എന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നത് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. ഏതെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടോ? 7 പോയിന്റ്സ് ഉണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ എന്തായിരുന്നു? ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. അതിന്റെ വിവരങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതും അവരുടെ ഫംഗ്ഷൻ ആണ്. പിന്നെ നമ്മൾ ലൊക്കേഷൻ കണ്ടു. ഒരു ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്? ഈസി വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം. ട്രാഫിക് കൺജക്ഷൻ ഒഴിവാക്കാനായിട്ട് സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സ്പേഷ്യസ് ആയിരിക്കണം. പക്ഷെ പബ്ലിക് എൻട്രി മിനിമം ആവാനേ പാടുള്ളൂ. ഒരിക്കലും ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ ഇന്റർഫിയർ ചെയ്യരുത്. പിന്നെ നമ്മൾ ഓർഗാനോഗ്രാം എന്താണെന്ന് കണ്ടു. ഒരു ഹോസ്പിറ്റൽ ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാല് അവിടുത്തെ സ്ട്രക്ചറിനെ നമ്മൾ ശ്രേണിപരമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഡെപിക്ട് ചെയ്യുന്നത്, ഡയഗ്രാമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ വിവിധ തലങ്ങൾ കണ്ടു. ഫസ്റ്റ് മെഡിക്കൽ ഡയറക്ടർ, തൊട്ട് താഴെ നമ്മുടെ ആരായിരുന്നു? മെഡിക്കൽ ഡയറക്ടറിന്റെ താഴെ ആരായിരുന്നു? HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹത്തിന്റെ താഴെ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അദ്ദേഹത്തിന്റെ അണ്ടറിൽ ഒരേ തലത്തിൽ 3 പേര് വന്നു. ഒന്ന് BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, ദെൻ ക്വാളിറ്റി മാനേജർ, ടെക്നിക്കൽ സൂപ്പർവൈസർ. ക്വാളിറ്റി മാനേജറിന്റെ അവിടെ പിന്നെ ആരും വരുന്നില്ല. പക്ഷെ BTO ലെഫ്റ്റില് BTOന്റെ അണ്ടറിൽ ടെക്നീഷ്യൻ വരുന്നു, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ അടിയിൽ ക്ലർക്കും നഴ്സസും PRSും വരുന്നു കേട്ടോ. ബ്ലഡ് ബാങ്ക് കമ്പോണൻസ് ഒന്നുകൂടെ പറയാമോ? ബ്ലഡ് ഡൊണേഷൻ ജൂൺ 14 കേട്ടോ. കമ്പോണൻസ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഡൗട്ട്? പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ നിങ്ങൾക്ക് ക്ലാസ്? ക്ലിയർ അല്ലേ? ഏജ് എത്രയാണ് ഈ ബ്ലഡ് കൊടുക്കണവരുടെ? 18-നും 65 വയസ്സിനും ഇടയിൽ കേട്ടോ. 18-നും 65 വയസ്സിനിടയിൽ. മോളെ അത് നമുക്ക് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചാപ്റ്ററിൽ ഉള്ളതല്ല കേട്ടോ. ഞാൻ എക്സ്ട്രാ അറിവിന് വേണ്ടി പറഞ്ഞതാണത്. അറിഞ്ഞിരുന്നുള്ള ആവശ്യമാണ്. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവരാണ് കേട്ടോ. അത് എനിക്ക് കിട്ടിയില്ലേ? ഓക്കെ. 18 വയസ്സിന് താഴെ ആവാനും പാടില്ല, 65 വയസ്സിന് മുകളിലേക്ക് പോകാനും പാടില്ല. ആ ഒരു ഏജ് ലിമിറ്റിലുള്ളവരെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതശൈലി ഉള്ള ആളായിരിക്കണം.
ആരോഗ്യമുണ്ടോ? മാം ഫസ്റ്റ് ഒന്നും കൂടെ പറയോ ആദ്യത്തെ പോയിന്റ്? ഏതാ മോള്? ഏതായിരുന്നു? ഫസ്റ്റ് ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, അപ്പം എനിക്ക് ക്ലാസ് കിട്ടിയില്ലായിരുന്നു ഫസ്റ്റിലത്തെ മറ്റേ. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ എന്നായിരുന്നു പറഞ്ഞു. ലോക രക്തദാന ദിനം ജൂൺ 14. ഓക്കെ. പിന്നെ ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. ലോക രക്തദാന ദിനം ജൂൺ 14. ഓക്കെ. ദേശീയ രക്തദാന ദിനം ഇന്ത്യയിലെ ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. കേട്ടോ? ക്ലിയർ ആണോ? ഈ റെക്കോർഡ് കേൾക്കാൻ പറ്റാത്തവര്? മിസ് ഹലോ മിസ്സേ, ഞാൻ ന്യൂ ജോയിൻ ആയിരുന്നേ. ഹലോ, ഞാൻ ന്യൂ ജോയിൻ ചെയ്തതാണ്. അപ്പൊ അധികം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്താണ്? ഞാൻ ഇന്ന് ന്യൂ ജോയിൻ ചെയ്തതാണ്. അപ്പൊ അധികം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായോ? ഇന്നലെയാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് ലിബ്രോസ് ക്വിസ് ആയിരുന്നു. നമ്മുടെ ക്ലാസ് ഇൻട്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റെക്കോർഡ് ക്ലാസ് കാണുന്നില്ലേ? അത് പോയിട്ടില്ല, ഒരുപാടൊന്നും നമ്മൾ പോയിട്ടില്ല, ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്താ പറയാ എളുപ്പത്തിൽ കയറാം, കുഴപ്പമൊന്നുമില്ല. ഒരുപാടൊന്നും എടുത്ത് പോയിട്ടില്ല. വളരെ തോന്നുന്നത് കാരണം പുതിയ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തേക്കാം. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ ട്രാക്കിൽ വരും. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് വരും കേട്ടോ. പിന്നെ ഇൻ കേസ് നിങ്ങൾ പലരും ഈ പറഞ്ഞോളം എന്താ പറയാ ഏതെങ്കിലുമൊക്കെ കുറെ നാളത്തെ ഗ്യാപ്പിന് ശേഷമൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ. അപ്പൊ അവർക്കൊരു ഒന്ന് പഴയ ഇതിലേക്ക് വരാൻ സമയം എടുക്കും. അതുകൊണ്ടാണ് നമ്മളത് സ്ലോ പറയുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നോട്ട്സ് നിങ്ങൾ മിസ്സിന്റെ പേരെന്താ? എന്റെ പേരെന്താ? എന്റെ പേര് മിസ്സിന്റെ പേരെന്താ? പേര് വന്ദന. വന്ദന എന്നാണ് എന്റെ പേര്. ക്ലാസ് നമ്മള് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ. ഇന്നാണ് ക്ലാസ്സിൽ കയറിയത്. ഇനി മുതൽ ക്ലാസ്സിൽ മുടങ്ങാതെ കയറണം കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സെങ്കിലും കാണണം, മിസ്സാക്കി കളയരുത് കേട്ടോ. കാരണം എനിക്കറിയാം പലർക്കും പല കാര്യങ്ങളുണ്ടാവും, ജോലി തിരക്കുണ്ടാവും, ടൈമിന് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. റെക്കോർഡ് ക്ലാസ് വരും, ആ റെക്കോർഡ് ക്ലാസ് എങ്കിലും നിങ്ങൾ കാണണം കേട്ടോ. അപ്പൊ അത് കാണുമ്പോഴും പല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. നെക്സ്റ്റ് ലൈവ് ക്ലാസ്സിൽ എങ്ങാനും കയറുമ്പോൾ ചോദിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ. അപ്പൊ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നാളെ ക്ലാസ്സില്ല. നാളെ ക്ലാസ്. ഓക്കെ ഓക്കെ, താങ്ക് യു. നാളെ ക്ലാസ്സില്ല. ഇല്ല സുനി, നാളെ ക്ലാസ് ഇല്ല കേട്ടോ. നമ്മൾ ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം നിങ്ങൾ വായിച്ചു തരണം. ഞാൻ ചോദിക്കൂ കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ മാം. മാം, കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ല, അതുപോലെ റെക്കോർഡഡ് ക്ലാസ് ഇട്ടിട്ടില്ല. റെക്കോർഡഡ് ക്ലാസ് എന്ന് പറഞ്ഞ് ഇട്ടേക്കുന്നത് എനിക്ക് കിട്ടിയത്, ഗ്രൂപ്പിൽ കിട്ടിയത്, അത് എങ്ങനെയാണ് ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ആകുന്നത് എന്നാ കാണിക്കുന്നത്, അല്ലാതെ ക്ലാസ് ആയിട്ട് കിട്ടിയിട്ടില്ല. അതുകൂടെ ഒന്ന് റിപ്പോർട്ട് ചെയ്തേക്കുമോ? ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു.